ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാളകം എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. പാസ്റ്ററുടെ പേര് വർഗീസ്. വളരെ ദീർഘവർഷങ്ങളായി, ഏകദേശം 30 വർഷത്തോളമായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വേല ചെയ്തു. ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ട്, ഈ വാളകത്ത് താമസിച്ചുകൊണ്ട് താൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സുവിശേഷകനായിട്ട് പ്രവർത്തിക്കുന്നു. പാസ്റ്ററുടെ ഒരു വലിയ പ്രത്യേകത, പുതിയ വേല സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ സ്ഥലങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നതാണ് പാസ്റ്ററുടെ ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അതോടൊപ്പം താൻ ചില ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ദൈവം അനവധി കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. തനിക്ക് ലഭിച്ച സമയമൊക്കെയും കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ അത്യധികം ഉത്സാഹിയായ ഒരു ദൈവദാസനാണ്. ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പാസ്റ്ററുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നവർ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനലിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേൾവിക്കാരായ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ വർഗീസ് തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് അയിരൂരാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് വാളകത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ വൈഫ് അന്നമ്മ. എനിക്ക് 2 മക്കളാണ്. 2 പേരും വിവാഹം കഴിഞ്ഞ് കുടുംബസ്ഥരാണ്. മകള് സുവിശേഷ വേലയിലാണ്. അവർ കുടുംബമായിട്ട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് എറണാകുളത്ത് പാലാരിവട്ടത്ത് വർക്ക് ചെയ്യുന്നു. മകന് ഖത്തറിലാണ് കുടുംബമായിട്ട്. അവൻ ജോലിയോടുകൂടെ ഖത്തർ വേലയിലും വളരെ ആക്റ്റീവായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്ററൊക്കെ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ് വിശ്വാസം സ്വീകരിച്ചത്? ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഇരുവരും മർത്തോമാ പശ്ചാത്തലമായിരുന്നു. ഞങ്ങൾ 2 പേരും ജനിച്ചു പറഞ്ഞത് മർത്തോമായിലാണ്. മർത്തോമാ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ ദേശത്തിലേക്ക് വന്നത്. പാസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്? അത് റാന്നിക്കടുത്ത് അയിരൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. വിദ്യാഭ്യാസമൊക്കെ ഏത് കോളേജ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ഞാൻ അവിടെ നാട്ടിൽ തന്നെ അടുത്ത് ഉള്ള സ്കൂൾ 10th വരെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പാസ്റ്റർ, ഈ മാർത്തോമാ സഭയിൽ നിന്ന് ഈ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കാനായിട്ടുള്ളൊരു കാരണം എന്താണ്? മാർത്തോമാ സഭ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സഭയാണ്. ഞങ്ങൾക്ക് ബേസിക്കലി ചെറുപ്രായം മുതലേ നല്ല സൺഡേ സ്കൂളും നല്ല ഒരു കുടുംബ പശ്ചാത്തലം ആ നിലകളിൽ ലഭിച്ചിട്ടുണ്ട്. മർത്തോമായുടെ കൾച്ചർ ജീവിതത്തിൽ ഇന്നും മറക്കാൻ കഴിയാത്ത ഒരു കൾച്ചർ മർത്തോമാ സഭയിൽ ഞങ്ങളെ ചെറുപ്രായം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അത്രയും നല്ല കൾച്ചർ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായി തീർന്നത്. വീട്ടിലെന്നും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ നല്ല ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ പിതാവ് അത്രയും ദൈവഭക്തനായിരുന്നില്ല, അല്പം മദ്യപിക്കുന്ന ആളുമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാവുന്ന ഇച്ചിരി പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ജംഗ്ഷനിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നതൊക്കെ, നല്ലൊരു കവലയിലായിരുന്നു. അതുകൊണ്ട് അവിടെ മദ്യപാനികളുടെയൊക്കെ വലിയ പ്രശ്നമുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ. ആ നിലയിലുള്ള കൂട്ടുകെട്ടും ചീട്ടുകളിയും അങ്ങനെയൊക്കെ കണ്ട് ആണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മയെന്നാൽ ഞങ്ങളെ ചെറുപ്പം മുതലേ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിൽ എപ്പോഴും പ്രയറും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അമ്മ വളരെ നന്നായി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോഴും അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ സന്ധ്യയ്ക്ക് അമ്മ പ്രാർത്ഥിക്കാനിരുന്നാൽ ആമീൻ പറയുക എന്നുള്ളത് അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാകും. ആമീൻ പറയട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച ദിവസങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. രാവിലെ ആണെങ്കിലും എഴുന്നേറ്റ് അമ്മ പ്രാർത്ഥിക്കുന്ന ശബ്ദം ഞങ്ങൾക്ക് കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ മകനായിട്ട് എനിക്ക് ജനിക്കാൻ കഴിഞ്ഞതിലാണ് സന്തോഷം. എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ് ശരിക്കും ഞങ്ങൾ 8 മക്കളാണ്. അതിൽ 3 പേര് മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 5 പേരാണ്. ജ്യേഷ്ഠ സഹോദരനുണ്ട്. എനിക്ക് 3 സഹോദരിമാരുണ്ട്. അവരെല്ലാം കുടുംബസ്ഥരായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പാർക്കും നന്നായി ഇരിക്കുന്നു. അതിന് മാർത്തോമാ സഭയിൽ ഞാനായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ച ബൈബിൾ പശ്ചാത്തലമൊക്കെ എനിക്ക് അത് കാലഘട്ടത്തിലൊക്കെ വളരെ അനുഗ്രഹമായി തീർന്നു. എങ്കിലും
എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ജോലികളൊക്കെ ചെയ്ത് വളരേണ്ടി വന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനമായിട്ടാണ് പിന്നീട് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന കാലഘട്ടത്തിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ ഹരമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു. ഇങ്ങനെ വായന എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ ചില ദുർസ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധികം വലിയ പാപങ്ങളിലേക്കൊന്നും പോകാനിടയാകാതെയൊക്കെ ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എൻ്റെ ജീവിതത്തിൽ പുതിയതായിരുന്നു. ഞാനങ്ങനെ മദ്യപിച്ചിട്ടൊന്നുമില്ല, അധികമൊന്നും പുകവലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അധികം നാളുകളൊന്നും വലിച്ചിട്ടില്ല. കൂട്ടുകുടുംബമൊക്കെ ചെറുതായിട്ടൊക്കെ സ്വല്പമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും എൻ്റെ കുടുംബ പശ്ചാത്തലം വെച്ചുകൊണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും എനിക്കങ്ങനെ പിടിപെട്ടില്ല എങ്കിലും കഠിനമേറിയ ജോലിയും ഒക്കെ ചെയ്ത് ജീവിച്ച ഒരു സമയമായിരുന്നു അന്നത്തെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ എൻ്റെ വിവാഹം 1987 നടന്നത്. എൻ്റെ വിവാഹത്തോടു കൂടിയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് വെക്കാനുണ്ടായതായ ഒരു കാരണം അതുതന്നെയാണ്. എൻ്റെ വിവാഹത്തോടു കൂടിയാണ്. അതായത് എൻ്റെ വൈഫ് നന്നായി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നതുകൊണ്ട്, വീട്ടിൽ നല്ല പ്രാർത്ഥനയും ആരാധനയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും, ഒരു കാലഘട്ടത്തിൽ ദൈവവചന വായനയും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും, ചില കൂട്ടായ്മകളിലൊക്കെ ഞാൻ കടന്നുപോയി സംബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ പെന്തിക്കോസിൻ്റെ അനുഭവത്തിലേക്ക് വരാനുണ്ടായ കാരണം, ഒരു പാസ്റ്ററാണ് എൻ്റെ കാരണക്കാരൻ. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്ന കവലക്കുഞ്ഞുമോൻ എന്ന് അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ്. PJ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. അദ്ദേഹം റാന്നി സ്വദേശിയാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല, എഴുത്തും വായനയൊന്നും അറിയത്തില്ല. ഒരു 1,00,000 വീട് കോളനിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന കഞ്ചാവും വലിക്കുന്ന ഒരാളായിരുന്നു. എന്നും അവിടെയൊക്കെ ഇങ്ങനെ അസഭ്യമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി ആരുടെയും നിന്ന് 2 അടിയൊക്കെ മേടിച്ചാൽ റോഡിൽ കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പെന്തക്കോസിലേക്ക് പോയി രക്ഷിക്കപ്പെട്ടു. ജുബായും മുണ്ടുമൊക്കെ എടുത്ത് പാസ്റ്ററായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി. കാരണം ഏത് ദിവസം വായിക്കാൻ അദ്ദേഹത്തിന് അറിയത്തില്ല, വായനയില്ല, ഒന്നുമില്ല. പുള്ളി പാസ്റ്ററായത് എങ്ങനെയാണെന്നൊരു ചിന്ത എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും കാണും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പാസ്റ്ററായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു ചിന്തയിലാണ് ഞങ്ങളെപ്പോഴും കാണുന്നത് അദ്ദേഹത്തെ. ഒരു ദിവസം അദ്ദേഹത്തോട് ഞങ്ങളോട് വരട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ തോന്നി പുള്ളിയുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്കൊന്ന് പോകണോ, അങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹം ഈ പെന്തിക്കോസ് വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല, ഏതാണ്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ ആ സമയത്ത്. പക്ഷേ അദ്ദേഹത്തിന് എഴുത്തും വായനയൊന്നും അറിയത്തില്ലെങ്കിലും പുള്ളി അങ്ങനെ പ്രസംഗിക്കും എന്നൊക്കെയുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിലൂടെ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയാണ് എന്നെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനായി മുഖാന്തരമായി തീർന്നു. അദ്ദേഹം ഒരു ഭവനത്തിലെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോയപ്പോൾ അവിടെ ഭൂതബാധിതയായ ഒരു യൗവനക്കാരത്തി ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു ഫാമിലി ആയിരുന്നു അവർ വന്നവിടെ ഭയങ്കരമായ ബഹളം വെക്കുന്ന ഒരു പെൺകുട്ടി. അവിടെ ആർക്കും പിടിച്ചാൽ നിൽക്കാൻ 4-5 പേര് പിടിച്ചാൽ പോലും ആ പെൺകുട്ടിയെ പിടിച്ചിരുത്താൻ പറ്റില്ല, അത്ര ഭയാനകമായ രീതിയിലായിരുന്നു. ഇദ്ദേഹം കടന്നപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്നൊന്നും ഈ പെന്തക്കോസിനോടൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് അദ്ദേഹം ആ വീടിനകത്ത് കയറിയില്ല. ചെറിയൊരു വീടാണ്, ഓടിട്ട ഒരു വീടാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കയറിയാണ് വീട്ടിലേക്ക് കയറുന്നത്. ആ സ്റ്റെപ്പിൻ്റെ അവിടെ, ആ കട്ടളപ്പടിയുടെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടി ഭയങ്കരമായി ബഹളം വെക്കുമ്പോൾ അവിടെ നിന്ന് ഒരമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ ഇവളെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല, ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അവിടെ ഇരിയടി എന്ന് പറഞ്ഞു. ഉടനെ ആ പെൺകുട്ടി അവിടെ ഇരുന്നു. മുട്ടയിൽ ഇരിയടി എന്ന് പറഞ്ഞു. മുട്ടയിലിരുന്നു. ബൈബിൾ എടുത്ത് തലയ്ക്ക് മുകളിൽ പൊക്കി പിടിക്കുന്നു. ഉടനെ ബൈബിൾ എടുത്ത് തലയ്ക്ക് മുകളിൽ പൊക്കി പിടിച്ചു ആ പെൺകുട്ടി. അദ്ദേഹം ശരീരത്ത് തൊടുകയോ പ്രാർത്ഥന ആരംഭിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ വാതുക്കൽ നിന്നുകൊണ്ട് ശാസിച്ച ഉടനെ ആ ഭൂതം പോകുവാനും ആ പെൺകുട്ടിക്ക് സൗഖ്യം പ്രാപിക്കുന്നു കാണുവാനിടയായിത്തീരും. അതെൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു മിറക്കിൾ അങ്ങനെ സംഭവിച്ചത് കണ്ടപ്പോൾ എന്നെ അത് രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീർന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് എന്നെ ആകർഷിക്കുവാനിടയായിത്തീർന്ന ഒരു സംഭവം. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്കും പ്രാർത്ഥനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു വലിയ പ്രാസംഗികനൊന്നുമല്ല, എഴുത്തും വായനയും അറിയത്തില്ല അദ്ദേഹത്തിന്. പക്ഷേ ആ ദൈവദാസന് ഭയങ്കര ദൈവികമായ ഒരു അതോറിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം വിദ്യാഭ്യാസമില്ല, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, യാതൊന്നും ഈ ഭൂമിയിൽ യാതൊരു കഴിവും പറയുവാനില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം മുഖാന്തരം ഒരുപാട് മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും ഒരുപാട് ഭൂതബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നതും ഞാൻ എൻ്റെ കണ്ണാൽ കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അനേക ഇടങ്ങളിൽ പോകുവാൻ ഇടയായിത്തീരുകയും അങ്ങനെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പെന്തക്കോസ്തിൻ്റെ വിശ്വാസത്തെ ഇത്രയും മാത്രം എന്നെ ആകർഷിക്കുവാനും അതിലേക്ക് വരാനും ഇടയായിത്തീർന്ന ഒരു സാഹചര്യം അതാണ്. പിന്നീട് പാസ്റ്റർ ഒരു സുവിശേഷ വേലക്കാരനാകണം. അപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്ന ഒരു അനുഭവം പറഞ്ഞു. പിന്നീട് ഒരു വിശ്വാസിയായി മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് സുവിശേഷ വേല ചെയ്യണം, ഒരു പാസ്റ്ററായി തീരണം എന്നൊരു ആഗ്രഹം വരാനും അതിൻ്റെ പിന്നിലുള്ളൊരു ദൈവിക വിളിയും, ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ളൊരു തോന്നൽ,
അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ദർശനം ഇതൊക്കെ ലഭിക്കാനും സുവിശേഷ വേലയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ളൊരു കാരണം എന്താണ്? എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വീട്, ഒരു മർത്തോമ കുടുംബമാണ്. ആ വീട്ടിൽ എൻ്റെ ചെറുപ്പം മുതലേ അവിടെ പ്രാർത്ഥന നടക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം ഉപവാസ പ്രാർത്ഥനകളും ഒരുപാട് ഉപദേശിമാരും അവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലം. അവിടെ നിന്നും 21 ദിവസവും 40 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥന നടക്കും. അവിടെ ഒരു ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി. ഒരുപാട് പേര് അങ്ങനെ അവിടെ ഒരു അവരൊക്കെ എൻ്റെ വീട്ടിൽ വരും. തൊട്ടടുത്ത് തന്നെയാണ്, റോഡിന് അടിവശത്ത് ഞങ്ങൾ താമസിക്കുന്ന റോഡിന് മുകളിലാണ് ആ വീട്. അവർക്ക് അത്യാവശ്യം ഭൂമിയും ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ ചെറുപ്രായം മുതൽ ഞങ്ങൾ എപ്പോഴും കയറി ചെല്ലുന്ന ഒരു വീടാണ് ആ വീട്. അവിടുത്തെ ബാബുച്ചായനെ ഞങ്ങൾ വിളിക്കും, TV വർഗീസ് എന്ന് പറയും. അദ്ദേഹം OM-ൽ പ്രവർത്തിച്ചിട്ട് വന്നപ്പോഴാണ് വീട്ടിലിങ്ങനെ കൂട്ടായ്മ തുടങ്ങാനൊക്കെ ഇടയായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അവിടെ ഒരുപാട് ദൈവദാസന്മാർ വന്ന് ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ അവിടെ വന്ന് ഈ ബൈബിൾ ട്രെയിനിങ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു പ്രേരണ എന്ന് പറഞ്ഞാൽ കർത്തൃവേലയ്ക്ക് ഇറങ്ങണം എന്നൊരാഗ്രഹം. അവിടെയുള്ള കൂട്ടായ്മകളിൽ ഞങ്ങൾ നിരന്തരമായി പോയി സംബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിലും ഉണ്ടാകുവാനിടയായിത്തീരുകയും ബൈബിൾ പഠനത്തിലേക്ക് ഞാനും കൂടുതൽ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് ബൈബിൾ കോളേജിലൊന്നും വന്ന് പോയി പഠിക്കുവാനുള്ള സാഹചര്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹരമായിരുന്നു. എനിക്ക് വായന വളരെ ഇഷ്ടമായിരുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കുമായിരുന്നു. നേരം വെളുക്കുന്നവരെ ഇരുന്ന് പുസ്തകം വായിച്ചാലും എനിക്ക് മടുപ്പ് തോന്നുകയായിരുന്നു. അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും പിന്നെ എന്നെ ബൈബിൾ പഠിപ്പിച്ച് ഉയർത്താനായി ഇടയായി തീർന്ന ഒരു ദൈവദാസൻ്റെ കൈത്താകൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അത് KS ജോൺ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. തിരുവല്ലായിക്കടുത്ത് വാളക്കുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ബൈബിൾ സംബന്ധമായ അഗാധ ജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു സാധു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹത്തിന് ബൈബിൾ ജ്ഞാനം ദൈവം തന്നെ നേരിട്ട് കൊടുത്ത ആളായിരുന്നു. അദ്ദേഹത്തോടുകൂടെ ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ശുശ്രൂഷകളിൽ പങ്കെടുക്കാനിടയായി തീർന്നതുകൊണ്ട് അദ്ദേഹത്തിൽ ദൈവവചനത്തിൻ്റെ ആഴമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും എനിക്ക് ഇടയായി തീർന്നു. അങ്ങനെ ദൈവവചനം പഠിക്കുന്ന സമയത്തൊക്കെയും ഞാൻ പല ദൈവദാസന്മാരോട് ചേർന്ന് പരസ്യങ്ങൾക്കും മറ്റു മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നുപോയി സംബന്ധിപ്പാനും പ്രവർത്തിപ്പാനും ഇടയായി തീർന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ സമയത്തെല്ലാം സുവിശേഷ വേലയേക്കാൾ ഉപരി യാതൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുവാനിടയായി തീർന്നു. അതിന് എനിക്ക് ആസ്പദമായിട്ടൊരു വാക്യം എന്നെ ജീവിതത്തിൽ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനും എന്നേക്ക് നിലനിൽക്കുമെന്നുള്ള ആ വാക്യം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിത സാഹചര്യമൊന്നും എനിക്ക് സുവിശേഷ വേലയ്ക്ക് അങ്ങനെ വിട്ടിറങ്ങാൻ പറ്റില്ല. പ്രായമായ അപ്പനും അമ്മയും വൈഫ് 2 കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കെട്ടിട നിർമ്മാണ മേഖലകളിലൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ആകർഷിച്ച ഒരു വാക്യമാണ്, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല എന്നുള്ള ആ വാക്യം എന്നെ ആകർഷിക്കാനിടയായി തീരുകയും അങ്ങനെ ഞാൻ ആദ്യം കാലങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനും പിൽക്കാലഘട്ടത്തിൽ ജോലി വിട്ട് സുവിശേഷ വേല ചെയ്യുവാനും ഇടയായി തീർന്നു. പാസ്റ്റർ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചത് എവിടെയാണ്? ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. ഒരു ബൈബിൾ കോളേജ് പഠിക്കാത്തൊരു സുവിശേഷനാണ്. ബൈബിൾ കോളേജ് പഠിക്കാത്ത. അപ്പോൾ ആദ്യം പാസ്റ്റർ ഏത് സ്ഥലത്താണ് സുവിശേഷ വേല ആരംഭിച്ചത്? അത് ഞാൻ അവിടുത്തെ അനുഭവങ്ങളൊന്ന് വിവരിക്കാം. ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്ക് കെട്ടിട നിർമ്മാണ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അട്ടച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കോന്നിയിൽ ഞാൻ അവിടെ വന്ന് താമസിക്കാനും ഇടയായിത്തീരുകയും അവിടെ ചെങ്ങറയിൽ അന്ന് ഒരു IPCയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മാത്തുക്കുട്ടി പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പുള്ളിയുടെ കൂടെ നിന്ന് അവിടെ വർക്ക് ചെയ്യുവാനാണ് ആദ്യം ഇടയായി തീർന്നത്. ചെങ്ങറ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ അവിടെ അട്ടച്ചാക്കൽ ആ ഏരിയകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാണ് ഞാൻ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത്. അവിടെ ഒരു 3 വർഷക്കാലം ആ ദേശത്ത് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. അത് എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസുകൾ നൽകുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഞാൻ ബോംബെക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് കടന്നു പോവുകയായിരുന്നു ചെയ്തത്. ബോംബെയിലേക്ക് ഞാൻ കടന്നു പോയതാണ് എൻ്റെ ജീവിതത്തിൽ പിന്നീട് സുവിശേഷ വേലയിൽ ഒരുപാട് വളർച്ച തരുവാനിടയായി തീർന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? ബോംബെ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയാണ്, ഭാഷയുടെ പരിജ്ഞാനം വേണം, അതുപോലെ മറ്റ് സാഹചര്യങ്ങൾ വേണം, സ്പോൺസർ വേണം. അവിടുത്തെ സുവിശേഷ വേലയെക്കുറിച്ച്, അവിടെ സുവിശേഷ വേല ആരംഭിച്ചതും വളർന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായി ഒരു സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നത് ബോംബെയിലാണ്. നെറൂൾ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയത്. അത് ഈ കവല കുഞ്ഞുമൻ പാസ്റ്ററാണ് എന്നെ അങ്ങോട്ട് അയക്കുന്നത്. ഞാൻ ബോംബെ പട്ടണം ദർശനം കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബോംബെയിലേക്ക് നിന്നെ ദൈവം അയച്ചിരിക്കുന്നു, പൊയ്ക്കോളാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളും കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ
അവരുടെ അടുത്തേക്കാണ് വന്നത്. അന്നൊരു 4-5 ചെറുപ്പക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു മുറിയിലാണ് അവിടെ ചെന്ന് താമസിക്കുന്നത്. അവരെ ആ 5 ചെറുപ്പക്കാരും ഈ അദ്ദേഹത്തിൻ്റെ മകളും കുടുംബവും അടങ്ങുന്നതാണ് അവിടുത്തെ സഭ എന്ന് പറയുന്നത്. അവരോട് ചേർന്നാണ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ആരംഭ കാലഘട്ടത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വലിയ വരുമാനമൊന്നുമില്ല. ഞാൻ തനിയാണ് പോയത്. വൈഫിനെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും കൊണ്ടുപോകാനായിട്ട് അന്ന് കഴിഞ്ഞില്ല. എനിക്ക് മലയാളമല്ലാതെ മറ്റു ഭാഷകളൊന്നും അറിയില്ല. ഹിന്ദി ഒട്ടുമേ അറിയില്ല. ഇംഗ്ലീഷ് അത്യാവശ്യം വായിക്കാനും അത്യാവശ്യം എഴുതാനും അറിയാവുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കേട്ടാൽ ചില വാക്കുകളൊക്കെ മനസ്സിലാകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ബോംബെ ചെന്നു. പക്ഷേ എനിക്ക് ബോംബെയിൽ ഒരു മുറിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ രാവും പകലും കഠിനമായ ജോലി ചെയ്ത് ജീവിച്ച ഒരാളായിരുന്നതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ട്രാക്ടർ എടുത്തുകൊണ്ട് അങ്ങ് നടക്കുമായിരുന്നു. അന്ന് അവിടെ ചെന്ന സമയത്ത് ട്രാക്ടറുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ചില ആളുകളെ എന്നെ പരിചയപ്പെടുത്തി അവിടെ ഒരു സഹോദരൻ. അങ്ങനെ അവിടെ ചെല്ലും. തോൾസഞ്ചി എന്നുണ്ട്. തോൾസഞ്ചി നിറച്ച് ട്രാക്ടറും പുതിയ നിയമം കരുതും യാത്ര ചെയ്യും. മലയാളികളെ തെരഞ്ഞു പിടിച്ചാണ് അന്ന് കൂടുതലും ഞാനന്ന് വർക്ക് ചെയ്യുന്നത്. ഹിന്ദി അറിയാൻ വയ്യാത്തത് കൊണ്ട് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേര് രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്ന കാലഘട്ടം. നെറൂളിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകുകയും സഭ വളർച്ചയുണ്ടായി. എന്നാൽ ഞാൻ അവിടെ തന്നെ ഒതുങ്ങി നിന്നില്ല, യാത്ര ചെയ്യുമായിരുന്നു. അന്ന് 10-30 കിലോമീറ്റർ കാൽനടയായി ഞാൻ യാത്ര ചെയ്ത് പോയി ട്രാക്ടർ കൊടുക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന ഒരു സുഖമുണ്ട്. അങ്ങനെ പോകുന്നത് കല്യാണ, ഡോംബിവലി ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ പോകുമായിരുന്നു. അന്ന് നടന്ന് യാത്ര ചെയ്ത് പോകുമായിരുന്നു ആ പ്രദേശങ്ങളിൽ. അവിടെയൊക്കെ പലരെയും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി തീർന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലെ 2 സംഭവങ്ങൾ ഞാൻ വിശദമായി പറയാം. അന്ന് ഈ ഡോംബിവലിക്കടുത്ത് മാൻപേഡ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു കോളനി ഉണ്ട്. അവിടെ ആ ഏരിയയിലേക്ക് ഞാൻ കാൽനടയായിട്ടാണ് നടന്നത്. സന്ധ്യാസമയം ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു പോരാനും പറ്റുകയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കിടക്കാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കിട്ടാൻ നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊന്നും അവിടെ ഇന്നില്ല. ആരെയും പരിചയമില്ല. മലയാളം മാത്രമേ അതുകൊണ്ട് അത്യാവശ്യം ഹിന്ദിയൊക്കെ പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. 2-3 മാസമേ ഉള്ളൂ ഞാൻ അവിടെ ചെന്നിട്ട്. എന്നാലും ഒരു ടയർ കടക്കാരനോട് ഞാൻ ചോദിച്ചു, എനിക്കിന്ന് ഇവിടെ നിന്ന് താമസിക്കാനൊരു മാർഗ്ഗം എന്താ ഉള്ളത്? ടയർ കടക്കാരൊക്കെ മിക്കവാറും മലയാളികളായിരിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വഴിയോട് 1 കിലോമീറ്റർ നടന്നാൽ മതി, നിങ്ങളുടെ നാട്ടുകാരായ മലയാളികൾ, ചെറുപ്പക്കാർ താമസിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരു ഗാവാണത്, അങ്ങോട്ട് ചെന്നാൽ മതി. ഞാൻ അവിടെ ചെന്നപ്പോൾ കൊല്ലംകാരനൊരു വിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെട്ടു. അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനൊരാൾ ഇവിടെ താമസമുണ്ട്. ആ മുറിയിൽ അദ്ദേഹം എന്നെ കൊണ്ടാക്കി. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ആ സഹോദരൻ അവിടെ ഇല്ല. അദ്ദേഹം എൻ്റെ നാടിനടുത്തുള്ളതാണ്. ഷിബു എന്നാണ് പേര്. അവിടെ അന്നേരം കണ്ണൂരുകാർ 2 പേരായിരുന്നു ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഷിബുവിൻ്റെ നാട്ടുകാരനാണ്, പുള്ളിയെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അതിനവിടെ ഇരുന്നു. രാത്രി 10 മണി കഴിഞ്ഞ് അദ്ദേഹം വന്നു. എനിക്ക് അവർ ഭക്ഷണമൊക്കെ തന്നു. ഷിബു വന്നു, ഞങ്ങൾ പരിചയപ്പെട്ടു. ഷിബുവിന് എന്നെ അത്ര ഓർമ്മയില്ലെങ്കിലും അറിയാം. ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ അറിയായിരുന്നു. ഞങ്ങളവിടെ ഞാനന്ന് അവിടെ താമസിച്ചു. ആ താമസിച്ച സമയത്ത് ഞാൻ അദ്ദേഹം ഒരു മർത്തോമക്കാരനാണ്, അയിരൂർ സ്വദേശിയാണ്. പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. അന്ന് ഞാൻ അതിരാവിലെ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഷിബുവിന് ശരിക്കും അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ട് ഒരു ദർശനം ഞാൻ രാത്രി കാണാനിടയായി. ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറയുകയും അദ്ദേഹത്തോട് രക്ഷിക്കപ്പെടണം, അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, അന്നേരം അതൊക്കെ ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ എടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ആ റൂമിൽ പോവുകയും അദ്ദേഹത്തെ ഞാൻ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അന്നേരമൊന്നും അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. 14 വയസ്സേ ഉള്ളൂ, ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കാതെ ഇരുന്നു. എന്നാൽ പിന്നെ ഞാൻ 1 മാസം 1-2 മാസം കഴിഞ്ഞാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആ റൂമിലില്ല. കൂട്ടുകാർ പറയുന്നത് അതിന് സുഖമില്ല, ഹോസ്പിറ്റലാണ് എന്ന് പറയും. ഇനി എന്താണെന്ന് അറിയാൻ അദ്ദേഹം വിഷമിച്ചപ്പോൾ പുള്ളിയുടെ ഒരു സഹോദരി താമസിക്കുന്ന ഒരു ലൊക്കേഷൻ അവർ പറഞ്ഞു. ഞാൻ അവിടേക്ക് പോവുകയും ജെസ്സി എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്. അവരെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് വൃക്കയ്ക്ക് ക്യാൻസറാണ്, അദ്ദേഹം ഞാൻ ഹോസ്പിറ്റലാണ്, ഇന്ന ദിവസം വരും, അന്ന് വരാൻ പറയും. ഞാനന്ന് ചെന്നപ്പോൾ വളരെ ദുഃഖത്തിലിരിക്കുകയാണ് ഈ സഹോദരൻ. ഷിബു വളരെ പ്രയാസത്തിലിരിക്കുമ്പോൾ, വൃക്കയ്ക്ക് പ്രയാസമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ വീട്ടിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുകയും ആ ദിവസങ്ങളിൽ ഉപവാസത്തോടു കൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. പുള്ളി സൗഖ്യം പ്രാപിച്ചു. ദൈവം വിടുവിച്ചു. അദ്ദേഹം അന്നങ്ങനെ സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. TRC കുര്യൻ തോമസിൻ്റെ ബൈബിൾ കോളേജിൽ പോയി അദ്ദേഹം പഠിച്ചു. ഇന്ന് അദ്ദേഹം അയിരൂര് ഷിബു കിടാമുളയിൽ എന്ന് പറയുന്ന ആ ദേവദാസനാണ്. അദ്ദേഹം ഇന്ന് വിവാഹം കഴിച്ചു, 2 മക്കളുമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. അത് എനിക്ക് അവിടുത്തെ പ്രവർത്തനത്തിൽ അദ്ദേഹം ദൈവസന്നത്തിൽ വന്നു ആ സൗഖ്യം പ്രാപിച്ചതും എൻ്റെ ജീവിതത്തിൽ തന്നെ ആ മിറക്കിൾ ഒരു വലിയൊരു അത്ഭുതകരമായി തോന്നി. അതിനുശേഷം ഞാൻ യാത്ര ചെയ്ത് വന്ന 2ാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് കല്യാണിലാണ്. കല്യാണിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം അങ്ങനെയൊക്കെയായിരുന്നു. കല്യാണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നും വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ പോയി ഒരു സഹോദരനെ പരിചയപ്പെടാനിടയായിരുന്നു, റോണി എന്ന് പറഞ്ഞൊരു സഹോദരനെ. അദ്ദേഹത്തിൻ്റെ ദേശം ചെന്നിത്തലയാണ്, മാന്നാർ ചെന്നിത്തല സ്വദേശിയാണ്. റോണിക്ക് ഒരു 4 സഹോദരന്മാരാണ്. 4 സഹോദരന്മാരും ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്.
ഒരു 4 പേരും യാക്കോബ സഭ പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഫാദർ യാക്കോബ സഭയിലെ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഏലിയാസ്. അദ്ദേഹം ഇവിടെ എറണാകുളത്ത് ഗവൺമെൻറ് പ്രസ്സിലെ ജോലിക്കാരനായിരുന്നു. ഇവരെ അത്യാവശ്യം നല്ലൊരു ഫാമിലി പശ്ചാത്തലമുള്ള ഒരു കുടുംബമായിരുന്നു. അവരുമായിട്ട് പരിചയപ്പെടുകയും ആ കുടുംബത്തിൽ പോയി അവരുമായി സുവിശേഷം പങ്കുവെക്കാനും 10 ദിവസങ്ങളോടെ കിടക്കുവാനും അനേക ദിവസങ്ങളോടെ പ്രാർത്ഥന നടത്താനൊക്കെ ഇടയായിത്തീർന്നു. അവർ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുവാനും അവർ 3 പേർ അന്ന് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. ഇന്ന് അവർ 3 പേരും കർത്താവിൻ്റെ വേലക്കാരാണ്. റോണി, ടോണി, സോണി. ഒരു മഹാരാഷ്ട്രയിൽ ഇന്ന് അവിടുത്തെ മഹാരാഷ്ട്രൻസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദി ചർച്ചുകൾ, മറാഠി ചർച്ചുകളാണ് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അവരൊക്കെ ദൈവസന്നിധി വരാനിടയായി തീർന്നു. അതൊരു വലിയൊരു അത്ഭുതകരമായ ഒരു സംഭവമാണ് അന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ അങ്ങനെ രോഗസൗഖ്യമൊന്നുമല്ല അവർക്ക്. എന്നാൽ ആ ഒരു സുവിശേഷ ദർശനം ഉണ്ടായി. അവർ ജോലിയെല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ചെന്നൊരു വലിയൊരു അത്ഭുതകരമായിട്ട് എനിക്കും അന്ന് തോന്നി. ആ കാലഘട്ടത്തിൽ അവിടെ അന്നൊരു ഓമന എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ഒരു മർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഓയമിലൊക്കെ പ്രവർത്തിച്ച ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ ഹസ്ബൻഡ് ഹിന്ദുവാണ്. അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നുമില്ല. എങ്കിലും ഈ സഹോദരിക്ക് പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നതിന് മുടക്കില്ലായിരുന്നു. അവർ മുഖാന്തരമാണ് ഈ കുടുംബങ്ങളൊക്കെ പരിചയപ്പെടാനിടയായി തീർന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ കണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ഓമന ആൻറ്റിയുടെ ഹസ്ബൻഡ്, അദ്ദേഹം ഗണപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആന്ധ്രാക്കാരനാണ്. അദ്ദേഹം അന്ന് സുവിശേഷത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു കമ്പനി ജോലിയൊക്കെ അത്യാവശ്യം നല്ല ഫണ്ടൊക്കെ ഉള്ള ആളാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി താമസിക്കുകയും സുവിശേഷം പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബോംബെയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ റോണിയെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഗണപതി ഇപ്പോൾ പാസ്റ്ററാകും. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദർശനമുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. സുവിശേഷത്തോടൊന്നും അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ഈ ഓമന ആൻറ്റി വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസി ആയിരുന്നുകൊണ്ടും അദ്ദേഹത്തെ അന്ന് ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതും അദ്ദേഹത്തോട് സുവിശേഷം ഒരുപാട് ദൈവദാസന്മാർ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രയോജനകരമായി തീർന്നല്ലോ എന്നോർത്ത് ഞാൻ പിൽക്കാലഘട്ടത്തിൽ ഗണപതി പാസ്റ്ററുടെ വീട്ടിൽ പോവുകയും പുള്ളിയുടെ ചർച്ചിൽ പോവുകയും അവിടെ താമസിക്കുകയും അവിടെ പോയി ശുശ്രൂഷിക്കാനും ഒക്കെ ഇടയായി തീർന്നു. അദ്ദേഹം അമൃതനാഥിലാണ്, മഹാരാഷ്ട്രൻസിൻ്റെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാം ഹിന്ദി വർക്കുകളാണ്. നല്ല ഒരു ദൈവദാസനായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട്. അതുപോലെ കുറേ അനുഭവങ്ങൾ അന്ന് ബോംബെയിൽ വെച്ച് നടന്ന കുറേ അനുഭവങ്ങളുണ്ട്. അന്ന് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരിൽ 3-4 പേരെ അന്ന് സുവിശേഷ വേലയ്ക്ക് കരം പിടിച്ച് വിടാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ കൂടെ താമസിച്ചിരുന്നവരൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയവരൊക്കെ പലയിടങ്ങളിൽ ഇന്ന് വിശ്വാസത്തിൽ വന്ന പലര് കർത്താവിൻ്റെ വേലയിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലായിട്ട് കർത്തൃവേല ചെയ്യുന്ന ദൈവദാസന്മാരുമുണ്ട്. പിന്നീട് പാസ്റ്റർ ബോംബെയിൽ നിന്ന് പിന്നീട് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് എവിടെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്? ഞാൻ വർക്ക് ചെയ്തതെല്ലാം പുതിയ പ്രവർത്തനങ്ങളാണ്. ഒന്നും പഴയ സഭകളിൽ ഞാൻ ഇരുന്നിട്ടില്ല. എനിക്കൊരു സുവിശേഷകന്റെ കോളിംഗാണ്. ദൈവം എന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. വീര്യപ്രവൃത്തികളെന്നൊരു കൃപാവരം എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരുപാട് സംഭവങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്നെ ഉപയോഗിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ അവിടുന്ന് ഗുജറാത്തിലാണ് പിന്നീട് പോയത്. സൂറത്തിൽ 1 വർഷം നിന്ന് പ്രവർത്തിച്ചു. അതിനുശേഷം ഞാൻ അവിടുന്ന് എനിക്കൊരു യാത്ര ചെയ്യണമെന്ന് തോന്നി. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകൾ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് ലാസ്റ്റ് ഞാൻ നാഗ്പൂർ വന്നു. നാഗ്പൂർ ഞാൻ ഏതാണ്ട് 6 മാസത്തോളം താമസിച്ചു. നാഗ്പൂരിൽ നിന്നാണ് ഞാൻ 99 കേരളത്തിലേക്ക് പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 8 വർഷത്തോളം ഇന്ത്യയുടെ ഒത്തിരി സ്റ്റേറ്റുകളിൽ ഞാൻ യാത്ര ചെയ്തു. ആ കാലഘട്ടത്തിൽ സുവിശേഷകനായിട്ടാണ് പോകുന്നത്. പോയ ഇടങ്ങളിലൊക്കെ ഒരുപാട് മിറക്കിളുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പിൻകാലഘട്ടത്തിൽ പലരും പറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള മിറക്കിളുകൾ നടന്നതും പലരും വിശ്വാസത്തിലേക്ക് വന്നതും ഒരുപാട്. ഗുജറാത്തിൽ വെച്ചൊക്കെ പലരെ അന്ന് രക്ഷയിലേക്ക് വരികയും സ്നാനപ്പെടാനൊക്കെ ഇടയായിട്ടുണ്ട്. ദൈവം എന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു ചിന്തയാണ് അന്നത്തെ എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സാണ്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു പോരുന്നു എന്നുള്ളതേ ഉള്ളൂ. അന്ന് എൻ്റെ വൈഫ് കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലാണ്, അപ്പനും അമ്മയുണ്ട്. അവർക്ക് സന്താനത്തിന് എന്തെങ്കിലും അയച്ചു കൊടുക്കും എന്നുള്ളതല്ല. ഇവരെങ്ങനെ ജീവിച്ചെന്ന് പോലും എനിക്കറിയില്ല. അതുപോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ഭക്ഷണം കിട്ടിയാൽ മതിയായിരുന്നു യാത്രയിൽ. അതിനപ്പുറം ഒന്നും നോക്കുന്നില്ല. പൈസ എന്തെങ്കിലും കിട്ടിയാൽ നാട്ടിലേക്ക് അയക്കുമായിരുന്നു. അന്നങ്ങനെ പൈസയോടുള്ള ഒരു ആഗ്രഹമൊന്നും അന്നില്ല. അങ്ങനെയുള്ള ഇല്ലാത്തൊരു ചിന്തയിലുള്ള നടപ്പായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിച്ചു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയി. ഇക്കാലഘട്ടത്തിലൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നപ്പോഴാണ് പലരുടെയും അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുന്നത്, ഈ പാസ്റ്റർ അന്ന് പ്രസംഗിച്ചപ്പോഴാണ് എനിക്ക് ഇന്ന സൗഖ്യമുണ്ടായി, ഇന്ന വിടുതലുണ്ടായി, ഇങ്ങനെ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഇനി ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ നീ കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി യാത്ര ചെയ്തായിരുന്നു. കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്?
കേരളത്തിലേക്ക് ഞാൻ 99 വന്നത് എറണാകുളത്താണ്. വരാപ്പുഴയുടെ പ്രദേശത്താണ് വന്നത്. വരാപ്പുഴ, നോർത്ത് പറവൂർ, കൊടുങ്ങല്ലൂർ മേഖലകളിലായിരുന്നു പ്രവർത്തനം. ഏകദേശം ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ ഒരു സ്ഥലം അവിടെയാണ്. 99 ഞാൻ കൂനമാവ് എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെ എൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കുടുംബമായി വന്ന് കർത്തൃവേല ആരംഭിച്ചത് ആ സ്ഥലത്താണ്, കൂനമാവിലാണ്. അവിടെ വന്ന് 99 താമസിക്കുമ്പോൾ 500 രൂപ വാടകയ്ക്ക് ഒരു ചെറിയൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അന്ന് എൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. ഈ 500 രൂപ എനിക്ക് അന്ന് വാടക കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അന്ന് ഒരു കുടുംബം എൻ്റെ ചർച്ചിലുണ്ട്. എന്നാലും ഞായറാഴ്ച വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം എൻ്റെ വീട്ടിലുണ്ട്. അവിടെ ഞാൻ ഈ രാവിലെ സൈക്കിളാണെന്ന് അവിടെ വരുമ്പോൾ ഉള്ളു യാത്ര ചെയ്യാൻ. ആ സൈക്കിളിൽ അവിടെയുള്ള വീടുകൾ മുഴുവൻ, ആ പ്രദേശങ്ങൾ മുഴുവൻ സൈക്കിൾ ചവിട്ടി യാത്ര ചെയ്ത് ഞാൻ പോകും. അന്ന് വരാപ്പുഴയുടെ പ്രദേശങ്ങൾ, കോട്ടുപള്ളി, നോർത്ത് പറവൂര്, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം യാത്ര ചെയ്തു. ഒരുപാട് പേര് ദൈവസന്നത്തിലേക്ക് വന്നു. 95-ലധികം പേരെ അവിടെ ഒരു 4 വർഷം കൊണ്ട് സ്നാനപ്പെടുത്തി. 3 സഭകൾ അവിടെ, ചർച്ച് കൂടുന്ന സഭകൾ സ്ഥാപിച്ചു. കൂനമാവ്, കോട്ടുപള്ളി, നോർത്ത് പറവൂർ, ഈ 3 സ്ഥലങ്ങളിലായി പുതിയ വേലകൾ ആരംഭിച്ച് ചർച്ചുകൾ സ്ഥാപിച്ച് അവിടെ ആത്മാക്കളെല്ലാം പുതിയ ആളുകളെ, പഴയ ആളുകളെ എനിക്ക് മേയിക്കാനുള്ള കഴിവില്ല. പഴയ വിശ്വാസികളെ മേയിക്കാൻ പറഞ്ഞാൽ എനിക്ക് അത്രയും കീഴ്പ്പെട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സഭകൾ ചെയ്തിട്ടില്ല. എടുത്ത വർക്കുകളെല്ലാം പുതിയ വർക്കുകളാണ്. ഈ പുതിയ വർക്കുകൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ പുതിയ വർക്കുകളുടെ എടുത്ത് പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക ചില അനുഭവങ്ങളും കൂടെ ഒന്ന് പറയാമോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ദൈവദാസന്മാരെന്ന് ഈ സുവിശേഷകന്റെ കോളിംഗ് ഉള്ള ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ ഒരു കാഴ്ചയിൽ സഭാ ശുശ്രൂഷയിലേക്കാണ് ആളുകൾ കൂടുതലും ഇറങ്ങുന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ബൈബിൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ സുവിശേഷ വില ചെയ്യണം, സുവിശേഷകനായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഈ സുവിശേഷകൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് എല്ലാവർക്കും ആ ഒരു ഇതിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. ഞാൻ പലരോടും പറയണ്ട, എൻ്റെ കൂടെ നിങ്ങൾ വാ, സുവിശേഷം എങ്ങനെ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്, എൻ്റെ കൂടെ ഇരുന്നാൽ മതി, നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയുമായിരുന്നു. ഞാനൊരു വീട്ടിൽ ചെന്നാൽ അടുത്ത വീട്ടിലുള്ളവരെ അറിയത്തില്ല ഞാൻ ആ വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുന്നുണ്ടോ. ഞാൻ ട്രാക്റ്റ് കൊടുത്ത് ഇങ്ങനെ നടക്കുന്നത് കേരളത്തിൽ വന്നപ്പോൾ അങ്ങ് നിർത്തി. ആർക്കും ഞാൻ ഈ ട്രാക്റ്റ് വീടുകൾ കയറി ഇങ്ങനെ വീടാന്തരം കയറി നടന്ന് കൊടുക്കാറില്ല. ഞാൻ പുറത്തുനിന്ന് തന്നെ പരിചയപ്പെടും. ജംഗ്ഷനുകളിൽ വെച്ച് തന്നെ ആളുകളെ പരിചയപ്പെടും. നടന്നു പോയാൽ മാത്രമേ ആളുകളെ പരിചയപ്പെടാൻ പറ്റുള്ളൂ. ബൈക്കിലോ കാറിലോ പോയാൽ ആർക്കും സുവിശേഷം പറയാൻ പറ്റില്ല. കാറിൽ ഇരുന്നുകൊണ്ട് പരിചയമുള്ള ആളിനെ കൈപൊക്കി കാണിച്ചാൽ കോൺഗ്രസ്സുകാരനാണ് ഞാനെന്നേ മനസ്സിലാക്കുള്ളൂ, അല്ലാതെ സുവിശേഷകനാണ് ആളുകൾ മനസ്സിലാക്കത്തില്ല. ഒരിക്കലും ബൈക്കിലും കാറിലും യാത്ര ചെയ്യുന്നവർക്ക് ആരോട് സുവിശേഷം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാൽനടയായിട്ട് യാത്ര ചെയ്തു പോയാണ് സുവിശേഷം പറയുന്നത്. അപ്പോൾ കാൽനടയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ റോഡിൽ വെച്ച ആളുകളോട് ഇങ്ങനെ പരിചയപ്പെടുകയാണ്. ചിരിക്കും ഞാൻ നന്നായിട്ട്, പ്രസംഗിക്കുമ്പോഴും ചിരിക്കും, എന്ത് പറയുമ്പോഴും ചിരിക്കും. അപ്പോൾ എൻ്റെ ചിരി കാണുമ്പോൾ തന്നെ ആളുകൾ എന്നെ ആകർഷിക്കാനിടയായിത്തരും. അങ്ങനെ കയറി ഞാൻ പരിചയപ്പെടും. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും ഞാൻ കയറും. ട്രാക്റ്റ് കൊടുക്കാറില്ല. ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് ശേഷം നിർത്തി. വീടുകൾ കയറി പരിചയപ്പെടും, സുവിശേഷം പറയും, ചിലപ്പോൾ മുറ്റത്ത് നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോരും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുള്ളായിരുന്നു. അങ്ങനെ ഈ കോട്ടുപള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കത്തോലിക്കർ ഹിന്ദുക്കളും മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കോട്ടുപള്ളി ഒരു പഞ്ചായത്താണ്. വരാപ്പുഴ കഴിഞ്ഞാൽ കോട്ടുപള്ളി പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലാണ് ഞാൻ ആദ്യം വന്ന് പ്രവർത്തിക്കുന്നത്. അവിടെ ദ്വീപുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അവിടെ പെന്തക്കോസ്ത് വിശ്വാസികൾ വളരെ കുറവാണ്. ലാറ്റിൻ കത്തോലിക്കരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതാകുന്ന മേഖല. പിന്നെ കുടുംബികൾ, അരയന്മാർ, ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. മത്സ്യബന്ധനവുമായി ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ആ ഏരിയയിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ. അവിടെയുള്ള എല്ലാ വീടുകളും ഞാൻ കയറി ഇറങ്ങും. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ ചോദിക്കും. ഞാൻ പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചിട്ടേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. രോഗികളായി ഭാരപ്പെടുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ മുറ്റത്ത് നിന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എന്നെ ഈ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വഴികളിലൂടെ എല്ലാം നടന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഈ വഴികളിലൂടെ എല്ലാം പോകുമ്പോൾ ഇങ്ങനെ അന്യഭാഷകളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ റോഡെ കാണുന്നവരെയൊക്കെ പരിചയപ്പെടും. ആദ്യത്തെ എൻ്റെ സുവിശേഷ രീതി ഇങ്ങനെ റോഡെ കൂടി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്, വഴികളിലൂടെ എല്ലാം നടക്കുക എന്നുള്ളതാണ്. നടക്കുമ്പോൾ ചെറിയ ചായക്കടകൾ കണ്ടാൽ ഞാനവിടെ കയറി ഒരു ചായ കുടിക്കും, വേണ്ടായെങ്കിലും ഒരു ചായ കുടിക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അതിപ്പോഴും ആ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ 5 തൊട്ട് 10 ചായ കുടിക്കും ചായക്കടകളിലൊക്കെ. അങ്ങനെ ഒരു രീതിയാണ്. ചെറിയൊരു ചായ കുടിച്ച് അവരെയൊക്കെ പരിചയപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ പോകും. അങ്ങനെ ഉള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടക്കും. കുറേ നടന്നു കഴിയുമ്പോൾ ആണ് അങ്ങനെ ഞാൻ ചെന്ന 1-2 സംഭവങ്ങൾ പറയാം. ഈ ഇങ്ങനെ നടന്നു പോയി ഒരു സംഭവം, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു അമ്മച്ചിയായിരുന്നു വന്ന്. അമ്മച്ചി ഇങ്ങനെ പരിചയപ്പെടും. അവർ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയിട്ടുള്ളതാണ്. അവർ ഹൈന്ദവരാണ്, അരേ സമുദായത്തിൽപ്പെട്ടവരാണ്. ആ അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മോൾ ഇവിടെ തളർന്ന് കിടക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമെന്ന്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അമ്മച്ചി വന്നത്. എൻ്റെ വൈഫിനെയും കൂട്ടിക്കൊണ്ട് നാളെ വരാം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ
പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളല്ലോ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ കയറി പ്രാർത്ഥിച്ചില്ല, മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഞാൻ പിറ്റേ ദിവസം എൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ 32 വയസ്സുണ്ട് ഒരു സഹോദരി, പത്മിനി എന്നാണ് സഹോദരിയുടെ പേര്. തളർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നടുവിന് ഭയങ്കര പ്രശ്നമാണ്. അവർക്കൊരു മകനേ ഉള്ളൂ. അവർക്ക് നടക്കാൻ വയ്യ, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ പ്രാർത്ഥിച്ച് കൊടുത്തു. അത് കാലയിലൊക്കെ നടുവിനൊക്കെ അവർ പൂശി. ഞങ്ങൾ 1 മണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നു. സർവശക്തൻ്റെ കൃപ ആ സഹോദരിയെ ദൈവം സൗഖ്യമാക്കി. പിറ്റേ ആ മീറ്റിങ്ങിന് എൻ്റെ വീട്ടിൽ അവർ കുടുംബമായിട്ട് വന്നു. അവിടെ ചർച്ചിൽ വന്ന് അവിടെ ആരാധനയെ സംബന്ധിക്കുകയും അവർ പിൽക്കാലഘട്ടത്തിൽ സ്നാനപ്പെട്ട് ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ആ കുടുംബം, അവരുടെ സഹോദരങ്ങൾ ഒക്കെ ദൈവസന്നദ്ധിയിൽ വന്നു. അത് ഈ കോട്ടുപള്ളി ചർച്ചിൻ്റെ നട്ടല്ലായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവർ 5-8 പേര് ഇങ്ങനെ സ്നാനപ്പെടുവാനിടയത് പത്മിനി. അതിനുശേഷം ഞാൻ അവിടെ ഒരു വിക്ടോറിയ എന്ന് പറയുന്നത് അവരുടെ പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് അവിടെ ചില രാഷ്ട്രീയ ബലമുള്ള ഒരു സഹോദരി, ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചിയെ കാണാനും അവരുമായിട്ട് പരിചയപ്പെടാനും അവരുടെ മക്കളൊക്കെ ദൈവസന്നിധി ഞാൻ അങ്ങനെ അവരൊക്കെ ദൈവസന്നിധി വരാനിടയായി തീർന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നടക്കുമ്പോൾ പരിചയപ്പെടുന്നതാണ് ഈ വീട്ടുകാർ. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരാൾ എന്നെ പുറകിൽ നിന്നോട് വിളിച്ചു. ഒരു ദിവസം പുറകിൽ നിന്നോട് വിളിച്ചിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ പെന്തിക്കോസിൽ പോകുന്നതിന് അമേരിക്കയിൽ പോകാനാണോ ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തെ വളരെ സൗമ്യനായിട്ട് നിന്നിങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പുള്ളി അച്ഛനാകാനായിട്ട് അദ്ദേഹം പോയി 7 വർഷം അദ്ദേഹം സെമിനാരി പഠിച്ചയാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ പരിചയപ്പെടാനും സംസാരിക്കാനിടയായി തീർന്നു. പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തതിനോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഇങ്ങനെ പെന്തിക്കോസിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയ ഒരാളുണ്ട്, ഇപ്പം പോകുന്നൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ടു, ഇങ്ങനെ സംസാരിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ എന്നോട് പെന്തിക്കോസിൽ നിങ്ങൾ പോയത് അമേരിക്കയിൽ പോകാനാണോ എന്ന് ചോദിച്ച അദ്ദേഹത്തിൻ്റെ മകൻ ടോണി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ മകനെ ഞാൻ പരിചയപ്പെടാനും അന്ന് ആ കുടുംബം അങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വരാനിടയായി തീർന്നു. അദ്ദേഹം ഇന്ന് കുടുംബമായിട്ട് മുളന്തുരുത്തി TPM ചർച്ചിലെ വിശ്വാസിയാണ് ടോണി കുടുംബം. അവർ അങ്ങനെ ദൈവസന്നിധി വരാനും അവിടെ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കാനിടയായി തീർന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ആ ബൈബിൾ ക്ലാസ് പിൻകാലഘട്ടത്തിൽ കോട്ടുപള്ളി ചർച്ചായിട്ട് മാറി 38 പേര് സ്നാനപ്പെട്ട ഒരു സ്ഥലമാണ് കോട്ടുപള്ളി. അവിടെയാണ് ഇന്ന് C. മാത്യു എന്ന് പറയുന്ന പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന കോട്ടുപള്ളി ചർച്ച്. എന്നോട് അമേരിക്കയ്ക്ക് പോകാനാണോ നിങ്ങൾ പെന്തിക്കോസിൽ പോയതെന്ന് ചോദിച്ച ആളിൻ്റെ വീട്ടിൽ ആരംഭിച്ച ബൈബിൾ ക്ലാസ്സാണ് കോട്ടുപള്ളിയിലെ ഇന്നത്തെ ചർച്ച കൊണ്ട് സഭയെ. പാസ്റ്റർ, ഈ ആരംഭകാലത്ത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? അപ്പോൾ അന്ന് അനുഭവിച്ച ആ സാമ്പത്തിക സുവിശേഷ വേലയുടെ ആദ്യകാലങ്ങളിൽ ആ പാസ്റ്റർ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ പാസ്റ്റർ അത്യാവശ്യം നല്ലൊരു ജീവിത ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ആ സമയങ്ങളിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചൊന്ന് പറയാമോ? അതങ്ങനെ പറഞ്ഞാൽ എനിക്ക് സുവിശേഷകന്മാരോടൊക്കെ പറയാനുള്ള ഒരു നിർദ്ദേശം കൂടാണ്. ഞാൻ ഈ ഒരു സ്ഥലത്ത് ഒരു സുവിശേഷ പ്രവർത്തനം, പുതിയ പ്രവർത്തനമല്ല, അവിടെ വലിയ വരുമാനമൊന്നും കാണുകയില്ല അങ്ങനെയുള്ള സ്ഥലം. പക്ഷെ ഞാൻ ആ ദേശത്തുള്ള എല്ലാ വീടുകളും കയറുകയാണ്. അതുകൊണ്ട് ആ ദേശത്തെ ആളുകൾ തന്നെ എന്നെ പോറ്റിട്ടുണ്ട്. എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു കഷ്ടതയോ പട്ടിണിയോ ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ വൈഫോ എൻ്റെ കുഞ്ഞുങ്ങളോ അനുഭവിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. എനിക്ക് കുറച്ച് സാമ്പത്തിക ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആര് ഗസ്റ്റ് വന്നാലും എക്സ്ട്രാ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ എന്ത് കഴിക്കുന്നു അത് കൊടുക്കും. അത് ചർച്ച കൊണ്ട് ഓവർസിയർ വന്നാലും അതേ കൊടുക്കത്തുള്ളൂ. ഞങ്ങളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇറച്ചിയോ മീനോ വേണമെന്നൊന്നും എനിക്ക് നിർബന്ധം ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി ഉണ്ടെങ്കിൽ അത് വരുന്ന ആളുകൾ ആരാണോ അവർക്ക് കൊടുക്കുമെന്നുള്ളതല്ലാതെ അവർക്ക് വേണ്ടിയിട്ടൊരു ഫുഡ് ഉണ്ടാക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ട്, ഞാൻ കടം വാങ്ങിക്കുകയില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ കടം വാങ്ങിച്ച് ആ കാലഘട്ടത്തിൽ ഒരു കടയിൽ നിന്ന് ഞാൻ കടം വാങ്ങിക്കില്ല ഉള്ള സാഹചര്യത്തിൽ നിൽക്കും. രണ്ട്, എനിക്ക് അതിനോടനുബന്ധിച്ച് പറയാനുള്ള മറ്റൊരു അനുഭവമുണ്ട്. പിൽക്കാലഘട്ടത്തിൽ ഞാൻ എറണാകുളം പട്ടണങ്ങളിലും കളമശ്ശേരി, ആലുവ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തനമായി വന്നു. അന്ന് ഞാൻ ഈ നോർത്ത് പറവൂരാണ് താമസിക്കുന്നത്. വരുന്ന സമയത്ത് എനിക്കൊരാൾ താമസിക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് ഓഫർ ചെയ്തു. പാലാരിവട്ടം നല്ലൊരു ഫ്ലാറ്റാണ്. എന്നാൽ ഞാനവിടെ താമസത്തിന് വന്നില്ല. ഞാൻ ഈ 500 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന ഈ ചെറിയ ഓടിട്ട വീട്ടിൽ താമസിച്ചു. അവിടെ ഒത്തിരി പ്രയാസങ്ങളുണ്ട് ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹം എന്നോട് പല പ്രാവശ്യം ചോദിച്ചു എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിവിടെ താമസിക്കാനായിട്ട് വരികയില്ല സാറേ. സാറിന് വലിയ സന്തോഷമായിരിക്കും തരുന്നത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിലും ഞാൻ പോകുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതനുസരിച്ചു എനിക്ക് ഈ ഫ്ലാറ്റിൽ വന്ന് താമസിക്കാവുന്ന ഒരു സന്ദർഭമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് സ്വീകരിച്ചില്ല ആ ഓഫർ. അദ്ദേഹം എനിക്ക് എന്നാൽ മാസം കുറച്ച് പൈസ തരാമെന്ന് പറയുമ്പോൾ ഞാൻ അത് സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു അത് വേണ്ട, എന്നെ കാണുമ്പോഴും അല്ലെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴും തന്നു, അത് ഞാൻ കൈക്കൊണ്ടോളാം, കുഴപ്പമില്ല, അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കാനിടയായിരുന്നു.
ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല ഒരവസ്ഥ, ഒരു നേരമെങ്കിലും ഭക്ഷണം ഉണ്ടായിരിക്കും എൻ്റെ വീട്ടിൽ. അങ്ങനെ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഒരു നേരമോ അല്ലെങ്കിൽ 2 നേരമോ ചുമക്കി, എന്നാൽ പക്ഷേ ഒരു നേരമെങ്കിലും വയർ നിറച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു 10 രൂപ എൻ്റെ കിട്ടിയുള്ളെങ്കിൽ ഞാൻ സൂക്ഷിച്ച ചിലവഴിക്കുണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ തിരിച്ചു വീട്ടിൽ വന്നാൽ ഫുഡ് കഴിക്കും. നാരങ്ങാവെള്ളം പോലും ഞാൻ പുറത്തൊന്നും കഴിക്കില്ല. കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകും. വേണമെങ്കിൽ ഫുഡ് രാവിലെ ഉണ്ടാക്കി എൻ്റെ വൈഫ് എനിക്ക് തരും, അത് കൊണ്ട് ഞാൻ പോകും. ചെങ്ങന്നൂർ ഓഫീസിൽ പോകണേ ഞാൻ ഫുഡ് ഇവിടുന്ന് തയ്യാറാക്കി കൊണ്ടുപോകും. ഞാൻ പോകുന്ന വഴിയിൽ കഴിക്കുകയുള്ളൂ, ഇടയ്ക്കൊന്നും കഴിക്കാറില്ലായിരുന്നു. അങ്ങനെയൊക്കെ വളരെ സൂക്ഷിക്കും. പിന്നെ സൈക്കിൾ ചവിട്ടി ഞാൻ തിരുവല്ല വരെ പോയിട്ടുണ്ട്. ജനറൽ കൺവെൻഷന് സൈക്കിൾ ചവിട്ടി ഞാൻ എറണാകുളത്തു നിന്ന് ഞാൻ പോയിട്ടുണ്ട്. വളരെ ദീർഘദൂരങ്ങൾ ഞാൻ സൈക്കിൾ ചവിട്ടി പോകുമായിരുന്നു. ബസ് ഫെയർ അന്ന് മുടക്കാൻ, കയ്യിൽ പൈസ മുടക്കാൻ ഇല്ല. അത് ഇനി 10-20 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മുടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി പോകുമായിരുന്നു. സൈക്കിൾ ചവിട്ടി വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് പോവുകയും തിരിച്ച് അങ്ങനെ ഉള്ള ഇതായിരുന്നുണ്ട്. ഞാൻ ഒരു സാമ്പത്തിക ഡിസിപ്ലിൻ ഞാൻ പഠിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ബൈബിൾ ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ഒരു ബൈബിൾ ക്ലാസ് ഞാൻ തന്നെ എൻ്റെ സ്വയ അനുഭവത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഇടയായിരുന്നു. അത് ശരിക്ക് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 16, 17, 18 അധ്യായത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ധനതത്വശാസ്ത്രം, ആ ബൈബിൾ വാക്യങ്ങളെ ആസ്പദമാക്കി 6 മണിക്കൂർ ക്ലാസ്സാണ് ശരിക്കും പഠിച്ച ഒരു ക്ലാസ്. അത് ഞാൻ തന്നെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് എഴുതി ഞാൻ ഈ എഴുതി പ്രസംഗിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതിന് കാരണം KS ജോൺ പാസ്റ്റർ വളരെ വേദപണ്ഡിതനായ ദൈവദാസനോട് പറഞ്ഞു, സ്റ്റേജിൽ കയറി ചള്ളും പൊട്ടും പറയരുത്, ആവശ്യമില്ലാത്ത ഫലിതങ്ങൾ പറയരുത്. അതുകൊണ്ട് എപ്പോഴും പ്രസംഗം എഴുതി ബൈഹാർഡ് പഠിച്ച് പോകണം. അതുപോലെ വായന ഉണ്ടായിരുന്നു. നല്ല വാക്ക് പറയണമെങ്കിൽ വായിക്കണം നല്ലതുപോലെ. അതുകൊണ്ട് ഞാനതൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. 1000-ലധികം പ്രസംഗങ്ങൾ എൻ്റെ കൈവശം ഇങ്ങനെ എഴുതിയതുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും നാളത്തെ ഈ അനുഭവം വെച്ച് പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരോട് എന്താ ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഒന്നാമത്തെ സന്ദേശം, അവരേത് ലൊക്കേഷൻ അവർ പ്രവർത്തിക്കാൻ ചെല്ലുന്നു അവിടെ 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. കാൽനടയായിട്ട് യാത്ര ചെയ്യണം. എന്നാലേ ആളുകളെ പരിചയപ്പെടാനായി കഴിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ദേശത്ത് വന്നിട്ട്, ഈ വാളകത്ത് വന്നിട്ട് 8 വർഷമായി. ഇവിടെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കുടുംബങ്ങളുമായി എനിക്ക് ബന്ധമുണ്ട്. ഏത് വീട്ടിലും എനിക്ക് കയറി ചെല്ലാം. എന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഏത് കല്യാണം ഉണ്ടായാലും ഞാൻ പോകും. എന്നെ ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവിടെ പോകും. ചിലപ്പോൾ തലേദിവസമായിരിക്കാം. ഇനി ഒരു മരണം ഉണ്ടായാൽ, ഏത് വീട്ടിൽ മരണം ഉണ്ടായാലും ഞാൻ പോകും. അവിടെ പോയി ആ വീട്ടിൽ പോയി ആ ഡെഡ് ബോഡി കണ്ട് അവിടെ ആളുകളെ കണ്ട് ഞാൻ പരിചയപ്പെട്ടു. ചിലപ്പോൾ അടക്കത്തിന് പള്ളിയിൽ ഒക്കെ പോയെന്ന് വരും. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ പരിചയപ്പെടുവാൻ ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് ഇതുപോലുള്ള പൊതുവേദി. ഇവിടെ ഒരു കട ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകും. അതുപോലുള്ള പൊതുവേദികളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോവുകയും ആളുകളെ പരിചയപ്പെടുകയും പൊതു കാര്യങ്ങളിലെല്ലാം ഞാൻ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു പ്രസൻസ് കാണിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് എല്ലാ വീടുകൾക്കും കയറി ചെല്ലാം. അതാണ് ഏറ്റവും നല്ല ഒരു ഇത്. നമുക്ക് സുവിശേഷം പറയുവാനുള്ള വേദി എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ. ട്രാക്റ്റും കൊണ്ട് പോകേണ്ട കാര്യമില്ല. എനിക്കിവിടെ ഏത് വീട്ടിലും, അത് ജാതിമത വ്യത്യാസമില്ലാതെ ഏത് വീട്ടിലും കയറി ചെല്ലാം. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആവശ്യമില്ലാതെ സുവിശേഷം പറയത്തില്ല. സുവിശേഷം പറയുവാൻ അവർക്ക് കേൾക്കുവാനുള്ള താല്പര്യം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഹൈന്ദവരുടെ വീട്ടിൽ കയറി ചെന്നാലും ഞാൻ പ്രാർത്ഥിക്കാതെ പോന്നാൽ അവർക്ക് സങ്കടം. അതുകൊണ്ട് ഞാൻ ചോദിക്കും, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ ചോദിക്കുമ്പോൾ അവർ തീർച്ചയായും പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവരെല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സുവിശേഷകർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് പ്രാദേശികമായ ദേശത്തുനിന്ന് പ്രവർത്തിക്കുന്നു അവിടുത്തെ എല്ലാ വീടുകളിലും കയറുക. അവിടെയുള്ള കല്യാണങ്ങൾ, മരണം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക. എല്ലാ വീടുകളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ ദൈവം കർത്താവിന് വേണ്ടി നിയമിക്കപ്പെട്ട ഭവനങ്ങളിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് അവരെ നേടുവാനായി നമുക്ക് കഴിയുകയും നമ്മളിലൂടെ വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. പാസ്റ്റർക്ക് ദൈവം തന്നേക്കുന്ന ടാലൻറ്റുകളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു കൃപാവരങ്ങൾ, അതുപോലെ ദൈവം ഏതൊക്കെ മേഖലകളിലാണ് പാസ്റ്ററെ ഉപയോഗിക്കുന്നതെന്നാണ് പാസ്റ്റർക്ക് മനസ്സിലായിട്ടുള്ളത്? ഞാനൊരു നല്ല സുവിശേഷകനാണ്. ദൈവം എന്നെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ദൈവം അയക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ എന്താ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 30 വർഷമായി പൂർണ്ണസമയ സുവിശേഷ വേലയിലാണ്. അതിനു മുമ്പ് ഭാഗികമായിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ സഭകളിൽ പോയി ഇരുന്നിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. പെന്തക്കോസ്തിൻ്റെ ഒരു പഴയ സഭയിൽ ചർച്ചകളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരു സഭയുടെ ചാർജ് എടുത്ത് ഞാൻ പോയിട്ടില്ല. എന്നെ എങ്ങനെ ദൈവം ഉപയോഗിക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പുതിയ സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ ആളുകളെ എന്നെ ദൈവം ഉപയോഗിച്ച മേഖലകൾ എന്ന് പറഞ്ഞാൽ, എന്നിൽ ഉള്ളൊരു സുവിശേഷകൻ്റെ കോളിംഗാണ് എനിക്കുള്ളത്.
ഞാൻ പറഞ്ഞല്ലോ, വീര്യപ്രവർത്തികളൊന്നും ഒരു കൃപാവരം എന്നിലുണ്ട്. അതെപ്പോൾ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം എന്നെ അയക്കുന്നിടത്ത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മിറക്കിളുകൾ നടന്ന ഒത്തിരി സംഭവങ്ങൾ എനിക്കറിയാം. അതെല്ലാം ഒന്നും, ചില കാര്യങ്ങളൊന്ന് പറയാമോ? അതിൽ 1-2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഒരുപാട് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കേരളവുമായി ബന്ധപ്പെട്ട് ഞാൻ കോട്ടുകളിയിൽ നടന്ന 1-2 സംഭവം ഞാൻ പറഞ്ഞു. അതുപോലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് ഈ ഒത്തിരി പറയുമ്പോൾ എന്നെ സ്വയം പുകഴ്ത്തി പറയുമെന്നൊരു സ്വയം തോന്നലുള്ളതുകൊണ്ട് ഞാനിത് അധികം പറയാറില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ. കാരണം ദൈവം ഉപയോഗിച്ചതാണ്, എൻ്റെ കഴിവുകളല്ല. എന്നിലൊരു കൃപാവരം അങ്ങനെ വ്യാപരിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടാനായിട്ട് ഞാൻ തയ്യാറില്ല. കാരണം ദൈവം ആ സന്ദർഭോചിതമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴെന്നെ ഉപയോഗിക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് നടന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു സുവിശേഷകൻ്റെ കോളിംഗ് ആയതുകൊണ്ട് പഴയ സഭകളിലെങ്ങും ഇരുന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന പുതിയ സ്ഥലങ്ങൾ പ്രവർത്തിച്ച് വർക്ക് ചെയ്യാൻ. കാരണം അങ്ങനെ എന്നെ ഉപയോഗിക്കത്തുള്ളൂ. എന്നിലൂടെ എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ എന്തിനാണ് വിളിച്ചത്, എൻ്റെ ശുശ്രൂഷ എന്താണെന്നുള്ളൊരു ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. പാസ്റ്ററെ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷകർ, ബൈബിൾ കോളേജ് അധ്യാപകർ, അവരൊക്കെ ആരൊക്കെയാണ്? ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ, അവരുടെ ജീവിതാനുഭവം കാണുമ്പോൾ നമുക്ക് കൊള്ളാം, എനിക്കും ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി പോലെ ഒന്നായാൽ കൊള്ളാം എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ഒരു മാതൃകയുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും പാസ്റ്ററെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മാതൃകയുള്ള ഒരു പാസ്റ്റർ, ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പാസ്റ്ററുടെ ജീവിതത്തിലെ ആരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ദേശത്ത് അടുത്ത് ഈ കരിയംപ്ലാവ് എന്ന് പറയുന്നത് അതിനടുത്താണ് എൻ്റെ വീട്. അരൂർ അടുത്താണ്. ഞാൻ ഈ കരിയംപ്ലാവ് കൺവെൻഷൻ എല്ലാ വർഷവും പോകുമായിരുന്നു. എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ തീരെ ചെറുപ്പത്തിൽ. അത് ഞാൻ രാത്രിയിൽ ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു 10-12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. അത് അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അടച്ചുള്ള വീടല്ലല്ലോ. അന്ന് ഓല കൊണ്ടുള്ള മറ കെട്ടിയുള്ള വീടാണ്. അന്ന് ഓല കെട്ടിയ വീടാണ് എൻ്റെ. അപ്പോൾ ഞാൻ രാത്രി ഒരു 10-12 മണി ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ നല്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് ഈ മറയിൽ തള്ളി ഞാൻ പുറത്തി ചാടി പറമ്പിൽ കൂടെ കിടന്ന് ഓടും. അങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്രായത്തിൽ. അപ്പോൾ അതിന് എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ, പാസ്റ്റർമാരെയൊക്കെ വിളിച്ച്. അന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് അതിൽ നിന്നൊരു ഒരു ശാന്തതയും വിടുതലും ഉണ്ടായത്. CS മാത്യുവിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാകുന്ന അന്നത്തെ തങ്കച്ചൻ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് എനിക്കന്ന് ഒരു സൗഖ്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പറയുകൊണ്ട് എല്ലാ വർഷവും അവിടെ ഞങ്ങൾ കരിയംപ്ലാവ് കൺവെൻഷനൊക്കെ ഞാൻ പോകുമായിരുന്നു അവിടെ. അപ്പോൾ ആ കൺവെൻഷൻ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. കരിയംപ്ലാവിന് എനിക്ക് ഒരുപാട് കരിയംപ്ലാവിൽ CS മാത്യു സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ അറിയാം. അതുകൊണ്ട് ഞാനിപ്പം ആ പാട്ടുകളാണ് കൂടുതൽ ഞാൻ പാടാറുള്ളത്. അല്ലേ, ആ കൺവെൻഷൻ പോവുകയും എന്നെ സംബന്ധിക്കും. അപ്പോൾ അന്ന് എൻ്റെ അമ്മ എന്നെ സുവിശേഷ വേലയ്ക്ക് ഇവിടെ ഇറങ്ങണമെന്നൊക്കെ എന്നോടൊന്ന് പറയുമായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ എനിക്കുണ്ട് ചെറുപ്രായത്തിൽ. അതുകൊണ്ട് ആ നിലയിൽ കുറച്ച് സാധുക്കളായ ദൈവദാസന്മാരാണ് എന്നെ ആ കാലഘട്ടത്തിൽ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. ആകർഷിക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിൻ്റെ പരിസരത്തുമൊക്കെ അന്ന് ഇങ്ങനെ സാധുക്കളായ ഒത്തിരി പേര് ഇങ്ങനെ ഉപദേശമാരായിട്ട് ഇറങ്ങിയവരുണ്ടായി. അവരൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരല്ല സാധു, പക്ഷേ അവരുടെയൊക്കെ പ്രസംഗങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെയുള്ളവരെ ദൈവം ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇത് അതെന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. സുവിശേഷ വേലയ്ക്ക് വിദ്യാഭ്യാസം വേണ്ട, സുവിശേഷ വേലയ്ക്ക് വലിയ അറിവൊന്നും വേണ്ട, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ദൈവമാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ആ ഒരു കാഴ്ച ആ ചെറുപ്രായം മുതൽ എനിക്കുണ്ടായത്. കാരണം അവരൊന്നും വലിയ വിദ്യാഭ്യാസം ഉള്ളവരല്ല, പക്ഷെ അവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ അത്ര ഈടുറ്റതായിരുന്നു, അവരുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ ഒത്തിരി ഈടുറ്റതായിരുന്നുണ്ട്. അതെന്നെ ചെറുപ്രായത്തിൽ ഒത്തിരി ആകർഷിച്ചിട്ടുള്ള സംഭവമാണ്. എന്നാൽ എൻ്റെ പ്രസംഗവും എൻ്റെ ഈ ശൈലിയൊക്കെ കാണുമ്പോൾ ഒരാൾ എന്നോട് ഒന്നിലധികം പേര് 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതൊരു പാസ്റ്ററുടെ ഒരു ശൈലിയാണ് പറയും. അത് PD ജോസഫ് എന്ന് പറയും, നാഗപ്പൂരുള്ള PD ജോസഫ് എന്ന് പറഞ്ഞ ദൈവദാസനാണ്. എനിക്ക് ഒത്തിരി സ്നേഹമുള്ള, ഒത്തിരി ഇഷ്ടമുള്ള ഒരു ദൈവദാസനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് നാളുകളൊന്നും എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഒരു 6 മാസമേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഈ 6 മാസം പുള്ളിയോട് ഉണ്ടായിരുന്ന പുള്ളിയുടെ രീതിയും പുള്ളിയുടെ ഒരു ഭാഷാ സ്റ്റൈലും പുള്ളിയുടെ ആ ജീവിത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ച ഒരാളാണ്. ആ ഒരു സ്റ്റൈലൊക്കെ എൻ്റെ ജീവിതത്തിൽ ചിലതിലൊക്കെ ഉണ്ടെന്നൊക്കെ അദ്ദേഹത്തെ അറിയാവുന്ന ചിലരൊക്കെ പറഞ്ഞ ഒരു അനുഭവം. PD ജോസഫ് മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന സജി കെ ലൂക്കോസിൻ്റെ അളിയനാണ്. അദ്ദേഹത്തിൻ്റെ രീതിയുണ്ട്. അത് നാഗ്പൂർ വെച്ച് കിട്ടിയ ഒരു അനുഭവം. പാസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആൻറ്റി സുവിശേഷ വേലയ്ക്ക് എത്രത്തോളം സപ്പോർട്ടാണ്? പാസ്റ്റർക്ക് ഇത്രയും ഈ സുവിശേഷ വേലയിൽ പ്രചോദനമാകുന്നതിനുള്ള കുടുംബത്തിൻ്റെ സപ്പോർട്ടുകളെക്കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സപ്പോർട്ടുകളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും മർത്തോമയിലായിരുന്നു. പിന്നീടാണ് അവരൊക്കെ എൻ്റെ ജ്യേഷ്ഠന്, ഫാദർ, മദർ, പിന്നെ ഒരു സഹോദരി കുടുംബം അവരൊക്കെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ വിവാഹത്തിന് ശേഷമുണ്ടല്ലോ ഞാൻ വിശ്വാസത്തിൽ ഇങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയും ചെയ്തതൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നല്ലോ. കുടുംബഭാരം എനിക്കുണ്ടായിരുന്നു, നല്ല കുടുംബഭാരം ഉണ്ടായിരുന്നു.
അപ്പോൾ കുടുംബത്തിൻ്റെ സന്താനത്തിന് വേണ്ടി ഞാൻ ശാരീരികമായുള്ള അധ്വാനങ്ങളാണ് അന്നുള്ളത്. സാധാരണ വിദ്യാഭ്യാസം എനിക്കുള്ളത്. അന്ന് അങ്ങനെയുള്ള ജോലികൾ ചെയ്തുകൊണ്ടും രാത്രികളിലും ലഭിക്കുന്ന സമയം ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് പുസ്തകങ്ങളും ബൈബിളുകളും കൊണ്ടുപോകും. എനിക്ക് ലഭിക്കുന്ന സമയമൊക്കെ ഞാൻ അതിരുന്ന് വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് ബുക്ക് തന്നെയൊക്കെയാണ് എപ്പോഴും ഞാനിങ്ങനെ എഴുതുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വൈഫും പിന്നെ കാലത്തെ സ്നാനപ്പെട്ടു കുടുംബമായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന എൻ്റെ വൈഫാണ് സുവിശേഷ വേലയിൽ. മറ്റു കുടുംബത്തിലുള്ളവരെക്കാൾ എനിക്ക് എൻ്റെ സുവിശേഷ വേലയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന എൻ്റെ വൈഫാണ്. എൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. 1 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിക്കും. 5 മണിക്ക് മുമ്പേ ഞാൻ ആക്റ്റീവാണ്. ഞാൻ 5 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. 5 മണിക്ക് മുമ്പേ ഞാൻ ആക്റ്റീവാകും. ഞാൻ 5 മണിക്ക് സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങും. ആ ഒരു ശൈലിയാണ്. അപ്പോൾ കുടുംബം, മറ്റു കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയമില്ല. ഇന്നും അങ്ങനെയുള്ള ചില പ്രശ്നമില്ല. എൻ്റെ മക്കളെ വളർത്തിയതല്ല എൻ്റെ വൈഫാണ്. അതുകൊണ്ട് ആ നിലകളിൽ ഒരുപാട് സപ്പോർട്ടാണ് എനിക്ക് തന്നത്. പിന്നെ എൻ്റെ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും ഒരിക്കലും പരാതിയില്ല എൻ്റെ വൈഫിൽ. ഉള്ളത് എന്തായിരുന്നാലും സന്തോഷത്തോടെ. പിന്നെ ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. എനിക്കത് വാങ്ങിച്ചതാണ് ഇത് വാങ്ങിച്ചതാണ് ഒരു പരാതിയില്ല. ആ സാഹചര്യം അത് എൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. അതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ വളർന്ന ഉള്ള ഡ്രസ്സൊക്കെ നന്നായി നോക്കാൻ 10 വർഷമായ ഡ്രസ്സ് ഇന്ന് പുതിയതുപോലെ എൻ്റെ ഷർട്ട് ഇന്നും ഉണ്ട്. അതൊക്കെ അങ്ങനെ നോക്കാനുള്ള ഒരു കഴിവ് എൻ്റെ വൈഫിനുള്ളത്. എൻ്റെ വീട് അങ്ങനെ നോക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ, അവരെ ഞാൻ ഒരു കുഞ്ഞുങ്ങൾ പഠിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഞാൻ വെളുപ്പിനെ പോകും. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് വീട്ടിൽ കയറി വന്നിട്ടുള്ളത്. സൈക്കിളിലൊക്കെ ദൂരെയൊക്കെ യാത്ര ചെയ്തൊക്കെ പോകുന്നതുകൊണ്ട് എപ്പോഴൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു രീതി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് കുടുംബം കാര്യങ്ങൾ എൻ്റെ അപ്പൻ അമ്മ ഇവരെ എല്ലാം നോക്കിയത് എൻ്റെ വൈഫാണ്. അത് അത്രയും ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സപ്പോർട്ടാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. എനിക്ക് സുവിശേഷത്തെക്കുറിച്ചും അത് എൻ്റെ വൈഫ് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അന്യഭാഷയും ഒക്കെ പറയുള്ളൂ. തലേ കൈ വെച്ച് വൈഫിൻ്റെ തലേ കൈ വെച്ചിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് നീ അനുഗ്രഹിക്കപ്പെട്ടോ, നീ സുന്ദരിയാണ് എന്നൊക്കെയേ പറയുള്ളൂ. അങ്ങനെ അല്ലാതെ എടി പൊടിയൊന്നും എൻ്റെ വൈഫിനെ ഒരിക്കലും ഞാൻ വിളിച്ചിട്ടില്ല. തലേ കൈ വെച്ചിട്ട് നീ സുന്ദരിയാണ്, നീ മിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. എന്തായാലും അത്രയൊക്കെ പറയുള്ളൂ. അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും വലിയ ശ്രദ്ധ എനിക്കില്ലായിരുന്നു. വീട്ടിലെ കുടുംബത്തിൻ്റെ പാസ്റ്റർ ഇത് പറയുമ്പോഴേ നമ്മുടെ പല പാസ്റ്റർമാരുടെയൊക്കെയും കുടുംബജീവിതം സുവിശേഷകരൊക്കെ വലിയ പരാജയത്തിലാണ്. പല ആളുകളും വിവാഹ മോചനമൊക്കെ പ്രാപിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സുവിശേഷകന്റെ കുടുംബവും അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്താണ് പാസ്റ്ററുടെ ഒരു അഭിപ്രായത്തിൽ? കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. അത് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഏത് സാഹചര്യമായിരുന്നാലും ആ സാഹചര്യത്തെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. ഇപ്പം അത് ഈ ഫാമിലി പ്രശ്നത്തിൻ്റെ അതിന് തോറ്റു കൊടുക്കാനുള്ള മനോഭാവം പുരുഷനുണ്ടാകും. തോറ്റു കൊടുക്കാൻ സ്ത്രീകൾ ഒരിക്കലും തോറ്റു തരത്തില്ല. പുരുഷന് ഒന്ന് തോൽക്കാൻ തയ്യാറാകും. ഭാര്യയുടെ മുമ്പിൽ തോക്കാത്ത പുരുഷനാണ് കുടുംബജീവിതം സന്തോഷപ്രദമാകത്തില്ല. അത് പാസ്റ്ററായാലും വിശ്വാസിയായാലും അല്ലാത്തവരായാലും ആരായാലും ഭാര്യയുടെ മുമ്പിലും തോറ്റു കൊടുക്കണം. അത് തോക്കേണ്ട കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭാര്യയുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ കഴിയത്തില്ല എങ്കിൽ കുടുംബജീവിതം വിജയപ്രദമായി തീരത്തില്ല. കാരണം ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ വാക്കുകൾ, സ്ത്രീകളുടെ ഒരു കാര്യം പറയുന്നത് അവർക്ക് കേൾക്കാൻ ഒത്തിരി താല്പര്യമുള്ളവരാണ്. പുരുഷനെ സംബന്ധിച്ച് അവർ പുറത്തു പോയി ഒത്തിരി സംസാരിക്കുന്നവരാണ്. വീട്ടിൽ വന്നാൽ അധികം സംസാരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇവർ അസ്വസ്ഥരായിത്തീരും. ആ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് എപ്പോഴും ഭർത്താക്കന്മാർക്ക് ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ട. അവരെ കരുതുന്നു എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും നമുക്കുണ്ടാകും. കൂടുതൽ സംസാരിക്കാനൊക്കെയുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും അതിനെ നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകും. ഞാൻ എൻ്റെ ഒരിക്കലൊരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരുപാട് ആളുകൾ ഈ കുടുംബ വിഷയങ്ങളൊക്കെ ഞാൻ ഒത്തിരി ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു നേരത്തേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഒരിക്കൽ ഞാനൊരു ചർച്ചിൽ ഇങ്ങനൊരു മീറ്റിങ്ങിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏഷ്യാനെറ്റ് ഒരു നല്ല അമ്മയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് തയ്യാറായി ഞാൻ എൻ്റെ ഭാര്യ അവിടെ കൊണ്ട് നിർത്തുന്നു. കാരണം എൻ്റെ മക്കൾ 2 പേരും കർത്താവിൻ്റെ വേലക്കാരാണ്. എൻ്റെ മോളെ BSc നേഴ്സിംഗ് വരെ പഠിച്ചതാണ്. അവളെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ സുവിശേഷ വേലയ്ക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് അവളെ വിവാഹം കഴിച്ചത് ഒരു പാസ്റ്ററെയാണ്. അവൾ ജോലിക്ക് പോകുന്നില്ല, ഫുൾ ടൈം സുവിശേഷ വേലയില്ല. എൻ്റെ മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് അവന് ജോലി ഉണ്ടെങ്കിലും അവൻ നിൽക്കുന്ന സഭയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന
അവിടുത്തെ ഒരു അസോസിയേറ്റായിട്ട് പാസ്റ്ററോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവവേലക്കാരനാണ്. അങ്ങനെ ഒരു ദർശനം അവർക്കുണ്ടാകാനും അവരുടെ പ്രവർത്തനത്തിനും എല്ലാം കാരണം ഞാനല്ല, എൻ്റെ വൈഫ് തന്നെയാണ്. അവരെ അങ്ങനെ വളർത്തിയതിൻ്റെ എല്ലാം ഇതും എൻ്റെ വൈഫിനാണ് ക്രെഡിറ്റ് മുഴുവനുള്ളത്. സ്വർഗത്തിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് എൻ്റെ വൈഫായിരിക്കുമെന്ന് ഞാൻ പല പ്രാവശ്യം വീട്ടിൽ പറയാറുണ്ട്. എൻ്റെ വൈഫിനോടും പറയാറുണ്ട്, മക്കളോടും പറയാറുണ്ട്. കാരണം അങ്ങനെയുള്ള അതിനുള്ള ഒരു കൃപ എൻ്റെ വൈഫിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ കാരണം. അപ്പോൾ പാസ്റ്റർ എന്തെങ്കിലും ഈ മാർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വന്നതിൽ അതൊരു തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മർത്തോമ സഭ നല്ലൊരു സഭയാണ്. മർത്തോമയിലെ യൂത്ത് ലീഗ്, സൺഡേ സ്കൂളൊന്നും എനിക്കൊന്നും മറക്കാൻ പറ്റിയിട്ടില്ല. 2, മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഞാൻ അഭിമാനിക്കുന്നത്. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു നല്ല കൾച്ചർ ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ ആ ഒരു കൾച്ചർ മർത്തോമ സഭയിൽ ഞങ്ങൾക്ക് ലഭിച്ചത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം സുവിശേഷ വേലയ്ക്ക് കൊടുക്കാനും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് മർത്തോമ സഭയാണ്. സുവിശേഷ വേലയോടുള്ള ദൈവദാസന്മാരെ ബഹുമാനിക്കേണ്ട ഒരു ആവശ്യമുള്ള മർത്തോമ സഭയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. സുവിശേഷ വേല ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രാരംഭ ദശയിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നത് ഞാൻ അറിയാം, അന്യഭാഷയും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും മർത്തോമ സഭ അംഗീകരിച്ചാൽ ഇന്നും മർത്തോമ സഭയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമുള്ളതാണ്. പെന്തക്കോസ് സഭയിലേക്ക് പോന്നു. ഈ പരിശുദ്ധാത്മാഭിഷേകം, അന്യഭാഷ, അത്ഭുത രോഗശാന്തി, ഇതിൽ ഞാൻ നന്നായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് എന്നെ പെന്തക്കോസിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പെന്തക്കോസ് സഭകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം അത്ഭുത രോഗശാന്തി, അന്യഭാഷയിലുള്ള ആരാധന. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഞാൻ ഈ എറണാകുളം പട്ടണത്തിൽ ഇൻ്റർ ഡിനോമിനേഷൻ കൂടിവരകളിലെ സ്ഥിര സാന്നിധ്യമാണ്. എറണാകുളം പട്ടണത്തിലെ അനേക കൂട്ടായ്മകൾ, ഗ്രേറ്റർ കൊച്ചിൻ പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സഭാവ്യത്യാസമില്ലാതെ ദൈവമക്കൾ കൂടി വരുന്നൊരു കൂട്ടായ്മ ഷിപ്പ്യാർഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ MG റോഡിൻ്റെ സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. 2002 മുതൽ ആ കൂട്ടായ്മയുടെ ഒരു സുവിശേഷകനും കൂടിയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ കളമശ്ശേരി, ആലുവ പ്രദേശങ്ങളിലുള്ള ഒരുപാട് കൂട്ടായ്മകളിൽ പോയി ദൈവവചനം ശുശ്രൂഷിക്കുകയും, അങ്ങനെ FACTക്ക് അകത്തൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അവിടെ ഒക്കെ പോയി ശുശ്രൂഷിക്കാനും അനേകർ ദൈവസന്നിധിയിലേക്ക് വരുന്നു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത് കാണാനും ആ കൂട്ടായ്മകളൊക്കെ മുഖാന്തരം എനിക്കിടയായി തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സഭ വ്യത്യാസം, ഒരു സഭാ സ്പിരിറ്റോ ഉള്ള ആളല്ല ഞാൻ. എല്ലാ സഭകളോടും എല്ലാ സുവിശേഷകരോടും എനിക്ക് താല്പര്യമാണ്, എല്ലാവരോടും അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളാണ്. എന്നാൽ ബൈബിളിലെ ഏറ്റവും കാതലായ ഉപദേശം പഠിപ്പിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് പെന്തിക്കോസ്റ്റൽ ഉപദേശം. അതിനപ്പുറം ഒരു ഉപദേശമില്ല. പെന്തിക്കോസ്റ്റൽ ഉപദേശത്തിനപ്പുറം ഒരു ഉപദേശമില്ല. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന. ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ? അങ്ങനെ ഇപ്പം ഞാൻ 60 വയസ്സായി. എനിക്ക് എൻ്റെ മക്കളിപ്പം 2 പേരും കർത്താവിൻ്റെ പേരിൽ വളരെ ആക്റ്റീവാണ്. എൻ്റെ വൈഫിന് ഞങ്ങൾക്കിപ്പം എനിക്കൊരു ചെറിയൊരു സഭയുടെ ചാർജുണ്ട്. 6-7 കുടുംബമുണ്ട്. ചെറിയൊരു ചർച്ചാണ്. വലിയ സഭകളൊന്നും അതിലൊന്നും ഇരിക്കാനുള്ള എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം നമ്മൾ തന്നെ പ്രവർത്തിച്ചുള്ള സഭകളാണ്. 10, 30, 40, 50 പേരൊക്കെ കൂടുമ്പോൾ ഞാനിവിടുന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ ഒരു 10, 11 സഭകളെല്ലാം പുതിയ സഭകളായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിരിക്കുന്നത് ശരിക്കും ഒരു പഴയ സഭയാണ്. എന്നാൽ അവിടെ 3-4 കുടുംബമേ ഉള്ളൂ. പഴയ കുക്കുസായിപ്പ് വന്ന് സ്ഥാപിച്ചൊരു സഭയാണ് കുന്നയ്ക്കാൽ, ചർച്ചോക്കോട്ട് കുന്നയ്ക്കാൽ സഭ. ആ സഭയുടെ ചാർജാണ് കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെ ആ സഭയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചെറിയ സഭയിൽ ഇവിടെ ഇരിക്കുന്നു. ആ സഭയുടെ പ്രവർത്തനവുമായിട്ട് മുൻപോട്ട് പോകുന്നു. എൻ്റെ കുടുംബം, എൻ്റെ വൈഫിന് പഴയതുപോലെ ഇപ്പോൾ ആരോഗ്യമില്ല. ഒരു ചർച്ചിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് പോയി വർക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ, ഈ ദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് യാത്രകൾ ചെയ്തിട്ടില്ല, വിദേശ യാത്രകളും അധികം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവച്ചപ്പോൾ ഇന്ന കാര്യം കൂടെ എനിക്ക് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട്. അത് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിഷയമാണ്. എന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് എറണാകുളം. 2005 എൻ്റെ മകള് +2 പഠിക്കുന്ന കാലഘട്ടം. അവളെ നേഴ്സിങ്ങിന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം എൻ്റേതായിരുന്നു. ആ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ചെറുപ്രായം മുതലേ ഞാൻ അനുഭവിച്ചത്. എന്നാൽ ഞാൻ പറഞ്ഞു, ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ആ ദാരിദ്ര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ നേഴ്സിംഗ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ് നല്ലതെന്നൊരു ചിന്ത പൊതു ലോകത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ടും മോളെ BSc നേഴ്സിംഗ് പഠിപ്പിക്കണമെന്ന്. അന്ന് BSc നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഉള്ള ശേഷി എനിക്കില്ല. ആ കാലഘട്ടത്തിൽ വരുമാനമില്ല. അതുകൊണ്ട് ഒരാളിനോട്, അദ്ദേഹം ഞാൻ മുഖാന്തരം ദൈവസന്നദ്ധിയിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം വിദേശത്തായിരുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് വിദേശത്ത് കൊണ്ടുപോകണം. ഗൾഫിലേക്കാണ്, UAE-യിലേക്കാണ് കൊണ്ടുപോകണം. എൻ്റെ മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ട്. അതിന് പൈസയില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അവളെ പഠിപ്പിക്കാനുള്ള ഫണ്ട് തരണമെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം എൻ്റെ പാസ്പോർട്ട് കോപ്പി മേടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം എന്നെ 2-3 മാസം കഴിഞ്ഞ് അവിടെ സഭയിൽ ഇത് അവതരിപ്പിച്ചു. എന്നിട്ട് ആ സഭ IPC സഭയിലാണ് അദ്ദേഹം കൂടുന്നത്. ആ സഭ അംഗീകരിച്ച് ഒരു 3-4 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർക്ക് വരാനുള്ള ക്രമീകരണം ചെയ്യേ, ഞങ്ങൾ അതിനുള്ള വിസയുടെ ക്രമീകരണം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് ഞാനിത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് വറീസ് പാസ്റ്ററോടെ ഉള്ളതെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അതുപോലെ പ്രയാസത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനും പുള്ളി കുറേ കേസും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു അദ്ദേഹം രക്ഷപ്പെടാനിടയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഒരു 21 ദിവസം ഉപവാസം ഇരിക്കാനിടയായിരുന്നു. കർത്താവേ, ഞാൻ പോകുന്നു, ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോവുകയാണ്, എന്താണ് എൻ്റെ ആഗ്രഹം ഇതാണ്, കുറച്ച് പൈസയാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ് ഉപവാസത്തിന് മധ്യത്തിൽ. ഇന്ത്യൻ റുപ്പീസിൻ്റെ ദൈവവും ഗൾഫ് ദിനാറിൻ്റെ ദൈവവും ഒരു ദൈവമാണ്, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ ഇവിടെ അനുഗ്രഹിക്കുന്നു ഈ ഇന്ത്യൻ റുപ്പീസ് കൊണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വിദേശത്തേക്ക് പോയില്ല. ഞാനത് വിശ്വസിച്ചു. ദൈവം എന്നെ എറണാകുളത്ത് അനുഗ്രഹിക്കുന്നു, എൻ്റെ മകളെ പഠിപ്പിക്കുവാൻ ഉള്ള ഫണ്ട് എനിക്ക് എറണാകുളത്തു നിന്ന് തന്നെ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനത് ഏറ്റെടുത്തു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ മുൻപോട്ട് പോയി. എൻ്റെ മോള് +2 കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ BSc നഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ട ഫണ്ട് ഈ എറണാകുളത്തു നിന്ന് തന്നെ തന്നു. ഞാനത് വിശ്വസിച്ച 2005 ശേഷം ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. അതുവരെ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. 2005 ശേഷം ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് വരെ സൈക്കിളായിരുന്നു. എനിക്കൊരാൾ ഒരു 2 വീലർ, ഒരു വെസ്പ സ്കൂട്ടർ എനിക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം ഒരുപാട് പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ മാറി. അദ്ദേഹത്തിൻ്റെ വൈഫ് UK പോകാനിടയായി തീരുകയും അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നേരം പുള്ളിയുടെ വണ്ടി എനിക്ക് തരികയും എനിക്ക് അദ്ദേഹം ഒരു 7,000 രൂപയും കൂടെ തന്നു. അദ്ദേഹം അന്ന് 2005 അത് എനിക്കൊരു വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര മാറ്റമായി. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഭയങ്കര വ്യത്യാസങ്ങളാണ് എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഉണ്ടായത്. എറണാകുളം പട്ടണത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകളുമായി ബന്ധങ്ങൾ വരുവാനും ഒരുപാട് ഇടങ്ങളിൽ തന്നെ ദൈവം ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഒത്തിരി ആളുകൾ രക്ഷിക്കപ്പെടാനും ഏകദേശം എനിക്കറിയില്ല എങ്കിലും 500-ലധികം പേരെ എറണാകുളത്ത് സ്നാനപ്പെടുത്താൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. കൃത്യ കണക്കൊന്നും എനിക്കറിയില്ല എങ്കിലും അത് അവരെ ആരെയും ഞാൻ പെന്തിക്കോസിലേക്ക് കൊണ്ടുപോയില്ല. ഞാൻ അവരോട് പറഞ്ഞു, വേർപെട്ട സഭകളാണ് ശരിയായ ദൈവവചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള വേർപെട്ട ഒരു സഭയിൽ പോവുകയും ആരാധന കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ എറണാകുളം പട്ടണത്തിൻ്റെ കളമശ്ശേരി, ആലുവ പട്ടണത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി അങ്ങനെ നടത്താനിടയായി തീർന്നു. അവരൊക്കെ ഇന്ന് പല വേർപെട്ട സഭകളിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന് വേണ്ട എല്ലാ സാമ്പത്തികമായ ആവശ്യങ്ങളും ഈ പട്ടണത്തിൽ നിന്ന് തന്നെ ദൈവം എനിക്ക് തന്നു. എൻ്റെ മകൾ നേഴ്സിംഗ് പഠിച്ചു, സുവിശേഷ വേലയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു മടിപ്പും പറയാതെ അവൾക്ക് വേണ്ടി ഒരു ദൈവദാസനെ കണ്ടെത്തി അവൾ വിവാഹം കഴിപ്പിച്ച് വിടാന്നേരം എൻ്റെ ശരിക്കും ഫണ്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ അവളുടെ വിവാഹത്തിന് ആവശ്യത്തിനുള്ള പൈസയും അതിൽ കൂടുതലും ഫണ്ട് ദൈവം എനിക്ക് തരാനിടയായി തീർന്ന ആ സമയത്ത്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വസ്തു വാങ്ങാനും വീട് വെൽക്കാനും കഴിഞ്ഞപ്പോഴും ഇതെല്ലാം ദൈവം എനിക്ക് ഈ എറണാകുളത്ത് നിന്ന് ഇന്ത്യൻ റുപ്പീസ് കൊണ്ട് തന്നെ എനിക്ക് അതിനു വേണ്ട എല്ലാ വരുമാനങ്ങളും തന്നു. എൻ്റെ മകനെ പഠിപ്പിക്കാനും അവനെ വിദേശത്ത് വിടാനും എല്ലാ ഫണ്ടും ഈ ഇന്ത്യൻ റുപ്പീസ് കൊണ്ട് ഞാനത് വിശ്വസിച്ചു. ഈ എറണാകുളത്തു നിന്ന് തന്നെ ദൈവം എനിക്ക് നൽകി. ഇങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾ സാധാരണ ഒരു മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന സാധാരണ കാര്യം, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ ജോലി, പാർക്കുവാനൊരു വീട്, ഇതെല്ലാം ഇന്ത്യൻ റുപ്പീസ് കൊണ്ട് ഈ എറണാകുളത്തു നിന്ന് തന്നെ ഞാൻ വിശ്വസിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകി തന്നു എന്നുള്ളതാണ് സാക്ഷ്യം. ദൈവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സ്ഥലത്ത് പ്രവർത്തിക്കുന്നു അവിടുത്തെ ആ ലോക്കലിൽ 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളും കയറുക, ആ വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുവിശേഷം പിന്നീട് പങ്കുവെക്കുക. നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ട എല്ലാ മാർഗവും അവിടുന്ന് തന്നെ ദൈവം നൽകിത്തരും എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. എന്നെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിച്ചു. ദാരിദ്ര്യം 2005 ശേഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. അനേക ദൈവദാസന്മാർ സഹായിക്കാൻ മാത്രമേ ദൈവം എന്നെ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്നും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് എന്നെ നടത്തുന്നു. അതാണ് എൻ്റെ അനുഭവം. ഓക്കെ പാസ്റ്റർ, ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പാസ്റ്റർ പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവേ, നിന്റെ ദാസന്മാരോട് ചേർന്ന് ഇങ്ങനെ അരിപ്പാനും ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനും അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. ഇത് അനേകർക്ക് പ്രചോദനവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കും. അവിടുന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ കർത്താവ് അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.